പഴയ കാലത്ത് നമ്മുടെ നാടുകളിൽ ചില നാട്ടുകാരണവന്മാരുണ്ടായിരുന്നു, വലിയ ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു, വലിയ ചില സയ്യിദന്മാരുണ്ടായിരുന്നു. അവരൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അനുസരിച്ചിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ സമുദായം കണ്ണീര് കുടിക്കുകയാണ്. പല മഹല്ലുകളിലും ഭിന്നത വരികയാണ്. അത് പറ്റില്ല. നമുക്കൊരു നേതൃത്വം വേണം. നേതൃത്വത്തെ അനുസരിക്കാൻ തയ്യാറാകണം. ഇനി അഥവാ നമ്മുടെ നാടുകളിൽ 2-3 സംഘടനകൾ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ വന്നാൽ ആ സംഘടനകളുടെ ഓരോ നേതാക്കൾ ഉണ്ടാകില്ലേ, അവരൊന്ന് യോജിക്കണം. അവരാ നാട്ടിന്റെ മസ്ലഹത്തിന് വേണ്ടി കൂടിയിരുന്ന് സംസാരിക്കണം. അവർ ഞങ്ങൾ പറയും പോലെ മറ്റവൻ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നേതാവാണ്? നേതൃത്വം ആദ്യം നന്നാകണം. മുഴക്കോല് വളഞ്ഞാൽ ബാക്കി മുഴുവനും വളയൂലേ? ഓ സുഹൃത്തുക്കളെ, വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴല് കിട്ടുമോ? വടി ആദ്യം നേരെയായാലല്ലേ നിഴല് നേരെയാകുള്ളൂ. വടിയാദ്യം നേരെയാകണ്ടേ? തൊഹൂറായ വെള്ളം കൊണ്ടല്ലേ മറ്റൊരു വസ്തു ശുദ്ധിയാക്കാൻ കഴിയൂ? മുത്തനജ്ജിസായ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കാൻ കഴിയോ? അപ്പൊ നേതൃത്വം ഏത് സംഘടനയിൽപ്പെട്ടവരും, സംഘടനകൾ ഒന്നിലധികം ഉണ്ടാകാം, പണ്ഡിതന്മാർക്ക് വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിന്റെ പേരിൽ നേതാക്കൾ തമ്മിൽ അതേ ഭിന്നിക്കേണ്ടതില്ല. ആദരവും സ്നേഹവും പ്രകടിപ്പിക്കണം. അനുയായികൾ തമ്മിൽ അതാ തെറ്റുമ്പോഴോ അവരെ മസ്ലഹത്താക്കാൻ നേതാക്കൾ യോജിക്കണം. അങ്ങനെ യോജിച്ചാൽ പ്രശ്നം തീരാത്ത ഏത് മഹല്ലാണുള്ളത്, ഏത് നാടാണുള്ളത്? പക്ഷേ നേതൃത്വത്തിന് അങ്ങനെ ഒരാഗ്രഹം വേണം. നേതൃത്വമല്ല എന്റെ കക്ഷികളെ അവര് പറയും പോലെ ഞാൻ നിന്ന് കൊടുത്താലേ അവരിൽ നിന്ന് എനിക്ക് കാര്യലാഭം കിട്ടൂ എന്നാണ് നേതാവ് ചിന്തിക്കുന്നതെങ്കിൽ പടച്ചവന്റെ അടുക്കൽ അതാ ഒരു സ്ഥാനവുമില്ല കേട്ടോ. ഫസാദിന് നേതൃത്വം കൊടുത്തവനായി മാറും. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ എനിക്ക് ഔന്നത്യം വേണമെന്നുദ്ദേശിക്കുന്നവനും അതുപോലെ ഫസാദ് ഉണ്ടാകണമെന്നുദ്ദേശിക്കുന്നവനും അല്ലാഹ് സ്വർഗം വെച്ചിട്ടില്ല. സ്വർഗം കിട്ടണമെങ്കിൽ ഞാനൊരു വലിയവനാകണമെന്ന ചിന്ത ഖൽബിൽ നിന്ന് പോകണം. വലിയവനാകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാകരുത്. അതോടുകൂടെ തന്നെ നാശമുണ്ടാകരുതെന്ന ചിന്തയുണ്ടാകണം. അപ്പോഴേ സ്വർഗം കിട്ടൂ. നിങ്ങൾ കണ്ടോ, സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുക്കുന്നു. കിതാബു സുൽഹ് എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. ആ കിതാബു സുൽഹിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന വിഷയം കണ്ടോ നിങ്ങൾ? എത്ര ഗൗരവത്തോടെയാണ് ഇമാം ബുഖാരി അത് കൊണ്ടുവന്നത്. എന്തിനാണ്? മുസ്ലിം ഉമ്മത്ത് അതേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പരസ്പരം ഭിന്നിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. കിതാബു സുൽഹി ബാബു മാ ജാഅ ഫിൽ ഇസ്ലാഹി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്താക്കുന്നതിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. ആ അധ്യായത്തിലാണ് ഞാൻ ഇപ്പറഞ്ഞ ആയത്ത് ഇമാം ബുഖാരി കൊടുക്കുന്നത്. എന്നിട്ട് ഈ മഹാനായ ഇമാം ബുഖാരി എഴുതുന്നു, വഖുറൂജുൽ ഇമാമി ഇലൽ മവാദി ലിയുസ്ലിഹ ബൈനന്നാസി ബിഅസ്ഹാബിഹി. ജനങ്ങൾക്കിടയിൽ തർക്കം വന്നാൽ അവരെ മസ്ലഹത്താക്കാൻ വേണ്ടി നേതാവ് പുറപ്പെട്ടു പോകണം. നേതാവ് യാത്ര ചെയ്യേണ്ടി വന്നാൽ യാത്ര ചെയ്യണം. ഏത് പാവപ്പെട്ടവന്റെ വീടും കയറി ഇറങ്ങാൻ ശ്രമിക്കണം. എന്നിട്ട് അതാ ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അവിടെ ഇമാം ബുഖാരി വലിയൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഒരു ദിവസം അവിടുന്ന് പോയി. ഇന്ന ഉനാസം മിൻ ബനി അംർ ഇബ്നു ഔഫിൻ കാന ബൈനഹും ശൈഅ. ബനു അംർ ഇബ്നു ഔഫിൽ പെട്ട ഒരു വിഭാഗത്തിനിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോ ഫഖറജ ഇലൈഹിമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോവുകയാണ്. പ്രശ്നമുള്ളവരെ ഇങ്ങോട്ട് വിളിപ്പിക്കുകയല്ല, നബി തങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നേതാക്കൾക്ക് നേതൃത്വം പഠിപ്പിക്കുകയാണ്. അങ്ങോട്ട് പോവുകയാണ്. സഹാബത്തിൽ ചിലരെയും കൂട്ടി യുസ്ലിഹു ബൈനഹും, അവർക്കിടയിൽ മസ്ലഹത്താക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. പള്ളിയിൽ നിസ്കാരത്തിന് അല്ലാഹുവിന്റെ റസൂൽ എത്തിയില്ല. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു, അതേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, നബി തങ്ങൾ എത്തിയിട്ടില്ല, നിങ്ങളൊന്ന് ഇമാമത്ത് നിൽക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകളൊക്കെ പറഞ്ഞപ്പോ ഇമാമത്ത് നിന്നു. കാരണം ഇമാമത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകൂല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. പള്ളിയിൽ ഇമാമത്ത് ശ്രദ്ധിക്കണോ?
ആ പള്ളിയിൽ ഒരു ഇമാമ്, നിശ്ചയിക്കപ്പെട്ട ഇമാം ഉണ്ടെങ്കിൽ വേറൊരാൾ കയറി അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ മൊയിലാർ നിൽക്കരുത്. അയാളെന്ത് വേണം? നിശ്ചയിക്കപ്പെട്ട ഇമാം നിൽക്കട്ടെ വിചാരിക്കും. ചിലപ്പോ നിശ്ചയിക്കപ്പെട്ട ഇമാമിന്റെ അവകാശം അദ്ദേഹത്തിന് ആർക്കും വിട്ടുകൊടുക്കാം. അത് വേറെ ഒന്നല്ല, വിട്ടുകൊടുക്കേണ്ടവർക്ക് വിട്ടുകൊടുക്കണം. അതിന്റെ പേര് അദബ് എന്നാണ്. അതെങ്ങനെ? ഇപ്പൊ ഞാനൊരു പള്ളിയിൽ ഇമാമാണെങ്കിൽ അവിടെ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അല്ലെ ഉള്ളാളെന്തെങ്കിലും കയറി വന്നാൽ ഞാൻ അവിടെ വിട്ടുകൊടുക്കണം, അവരെ ഇമാമത്ത് നിർത്തണം. എനിക്കാണ് ഇവിടെ അർഹത എന്ന് ഫത്വൽ മുഅല്ലുണ്ട് എന്ന് പറയാൻ പാടില്ല. അത് വാറായ ഫിഖ്ഹാവും. അവിടെ ഉസ്താദിന് വിട്ടുകൊടുക്കണം ഇമാമത്ത്. ഇതുപോലെ മയ്യിത്ത് നിസ്കരിക്കുന്ന സ്ഥലത്ത് ചിലർക്ക് വിവരക്കേട് സംഭവിക്കാറുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അർഹത മകനാണ്, ബാപ്പക്കാണ് എന്നൊക്കെ കാണും. എന്നാ ഏത് തങ്ങന്മാരുണ്ടെങ്കിലും ഏത് ആലിമീങ്ങളുടെയും ഈ മഹം കയറിക്കണോന്നാ എന്നല്ല. അദബിന് വേണ്ടി അത്തരം സയ്യിദന്മാർക്ക് മാറിക്കൊടുക്കണം, അത്തരം ആലിമീങ്ങൾക്ക് മാറിക്കൊടുക്കണം. അങ്ങനെയാണ് അദബ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അള്ളാഹുവിന്റെ റസൂലാണ് എല്ലാവർക്കും ഇമാമത്തുക്കാർ. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ആദരിക്കപ്പെടുന്നവരാണ് പലപ്പോഴും ഇമാമത്ത് തീർക്കാർ. അത് ഫത്വുൽ മീൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമില്ല. ഫത്വുൽ മീൻ മസല അവരൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ ഫത്വുൽ മീൻ എഴുതിയാളെ കാണാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ എന്താണ് അദബ്? അദബ് എന്ന വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ഇവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ അനുജനാണ് ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇ.കെ. ഹസൻ മുസ്ലിയാർ വഫാത്തായപ്പോ ഇമാമത്തുക്കാൻ വിവരമില്ലാത്ത ആളാണോ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ? അല്ല. കേരളം കണ്ട പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ ആലിമാണ് മഹാനായ ശംസുൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. പക്ഷേ അന്ന് പ്രധാനപ്പെട്ട ഒരു സയ്യിദിനെയാണ് ഇമാമത്ത് നിർത്തിയത്. മസ്അല അറിയാഞ്ഞിട്ടല്ല, ഫത്വുൽ മീൻ തിരിയാഞ്ഞിട്ടല്ല, തിരിഞ്ഞതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട്. അതുപോലെയാണ് ഞാൻ എന്റെ ഉമ്മയെ അടുത്ത് മരണപ്പെട്ടു, അല്ലാഹു തമ്മിൽ മരിച്ചു, എല്ലാവരും ഖബർ സന്തോഷത്തിലാകട്ടെ. സയ്യിദ് അലി ബാഫക്കി തങ്ങളെയാണ് ഞാൻ ഇമാമത്ത് നിർത്തിയത്. എനിക്ക് ഇമാമത്ത് നിൽക്കാനോ കുറച്ചൊക്കെ എനിക്ക് അറിയും, പക്ഷേ അവിടെ സയ്യിദിനെ ബഹുമാനിച്ചതാണ്. അങ്ങനെയാണ് അദബാണ് ഏറ്റവും വലുത്. മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാം. പുത്തൻ പ്രസ്ഥാനക്കാർ കൊണ്ടുവന്ന ഒരു ആശയമാണ്. ഫാത്തിഹ പോലും നന്നായിട്ട് ഓതാൻ കഴിയാത്ത, മയ്യിത്തിന്റെ ഫർളും ഷർത്തും ചോദിച്ചാൽ അറിയാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ജാഹില് ഏതെങ്കിലും ബന്ധത്തിലുണ്ടെങ്കിൽ വലിയ വലിയ ആലിമീങ്ങളെ പിന്നിൽ നിർത്തിയിട്ട് തലമറക്കാതെ അവനെ മുന്നിൽ നിർത്തുന്ന സ്വഭാവം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൊണ്ടുവന്ന ഒരാശയമാണ്. അതിൽ സുന്നികൾ പെട്ടുപോകാൻ പാടില്ല. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നത് അങ്ങനെ പലതുണ്ട്. നിക്കാഹ് കഴിയും വേണ്ട ഒരു സാധനം കൊണ്ടുവരാൻ എന്തെന്നാണ്, കുറച്ച് യൂത്തപ്പഴും കുറച്ച് കൽക്കണ്ടിയും, കുഴപ്പമൊന്നുമില്ല. ആ ദുആ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് വിതരണം ചെയ്യാൻ പാടില്ല. ആ ദുആ കല്ലത്താക്കാനുള്ള ഒരു ഏർപ്പാടാണ്. അത് ദുആ കല്ലത്താക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് നമ്മൾ ഓർക്കണം, അദബ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയതാ? അനുയായികൾക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് തീർക്കാൻ പോയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഇമാമത്ത് നിന്നു. നിസ്കാരത്തിൽ ഇമാമത്ത് നിന്ന് നോക്കുമ്പോ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം തീർത്തു തിരിച്ചെത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേക്കോട്ട് പോവാൻ നോക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അതാ ഇശാറത്ത് ചെയ്തു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നിന്നു. നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തേ അബൂബക്കറേ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞില്ലേ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ തങ്ങളെ മുമ്പിൽ നിൽക്കാനായിട്ടില്ല. നിസ്കാരത്തിലാണ് മാറിയത്. ഫിഖ്ഹിന്റെ നിയമം അനുസരിച്ച് പറഞ്ഞാൽ ഇമാമത്ത് നിൽക്കുമ്പോൾ എത്ര വലിയ ആള് വന്നാലും അയാൾ തന്നെ നിൽക്കണമെന്നാണ്. പക്ഷേ ആ ഫിഖ്ഹിന്റെ നിയമം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാലിച്ചില്ല. കാരണം അദബിന് വേണ്ടി പാലിച്ചില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആയിട്ടില്ല എന്ന നിലക്കത് പാലിച്ചില്ല. അപ്പൊ അദബിന് വേണ്ടി ചിലപ്പോൾ ഫിഖ്ഹിന്റെ നിയമങ്ങൾ അപ്പുറത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നതും അവിടെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് കാണാം, അതേ അവിടുന്ന് കാണാം, ബാബു ഖൗലില്ലാഹി തആല അയ്യുസ്ലിഹ ബൈനഹുമാ സുൽഹൻ വസ്സുൽഹു ഖൈർ. മസ്ലഹത്താണ് ഖൈർ എന്ന് പറയുന്ന ഖുർആനിൽ ആയത്തെടുത്ത് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി. അതുപോലെ തന്നെ വേറൊരു ബാബ് കൊടുക്കുന്ന, ഒരു അധ്യായം കൊടുക്കുന്ന ഇമാം ബുഖാരി, ബാബു ലൈസൽ ഖാദിബുല്ലദീ യുസ്ലിഹു ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ മസ്ലഹത്താക്കാൻ വേണ്ടി സംസാരിക്കുന്നവൻ കളവ് പറയുന്നവനല്ല. വേണ്ടി വന്നാൽ ചിലപ്പോൾ ചില കളവ് പോലെയുള്ള വാക്കുകൾ മസ്ലഹത്തിന് വേണ്ടി പറയേണ്ടി വന്നാൽ പറയാം.
എന്തിനും മസ്ലഹത്തിന് വേണ്ടി വന്നാൽ ചില കളവ് പോലുള്ള വാക്ക് പറയാം. ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു, രണ്ടാള് തമ്മിൽ തെറ്റിപ്പോയി, അവരെ നന്നാക്കാൻ വേണ്ടി ആലോചിക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങളും വിചാരിച്ച പോലൊന്നല്ല, അയാള് നിങ്ങളെപ്പറ്റി നിങ്ങളോട് നന്നാകണമെന്നാ ഉള്ളത് എന്ന് ഇയാളോട് പറഞ്ഞു. അതേ വാക്ക് ഇപ്പുറം പറഞ്ഞു, അയാൾക്ക് നിങ്ങളോട് നന്നാകണമെന്നാ ഉള്ളത് എന്ന്. എന്നാൽ രണ്ടാൾ നന്നാകാൻ കാരണമാവും. നേരെ മറിച്ച് അയാൾ എന്തായാലും നന്നാവില്ല, നിങ്ങൾ നന്നാവണമെന്ന് അയാൾക്ക് നന്നാവുമോ? അപ്പൊ അവിടെ മസ്ലഹത്തിന് വേണ്ടി അങ്ങനെ ചില സംസാരം നടത്തിയാൽ പോലും അവൻ കളവ് പറയുന്നവന്റെ ലീസ്റ്റിൽപ്പെട്ടവനല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. പിന്നീട് ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ബാബു ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ ഇബ്നി ഹാദാ സയ്യിദുൻ വലഅല്ല അല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിയത്തൈൻ അദീമത്തൈൻ. തങ്ങന്മാരെ നേതാവ് ഉപ്പാപ്പയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊരു അധ്യായം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചിലര് പിടിച്ചിട്ട് നേതാവായി ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. അതേ സമയത്ത് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെയും മറ്റ് ചിലര് നേതാവായി ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. ഒരേ മഹല്ലിലാണ്, ഒരേ നാട്ടിലാണ്, ഭരണത്തിനാണ്. അതേ ഭരണം ആവശ്യമല്ലേ? ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടരുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. രണ്ടാളും മഹാന്മാരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാണ്. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ മൂസ റളിയല്ലാഹു അൻഹു റിവായത്ത് കാണാം. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ഇസ്തഖ്ബല വല്ലാഹിൽ ഹസൻ ഇബ്നു അലി മുആവിയ ബികതായിബ അംസാലിൽ ജിബാൽ. ഒരു സംഘട്ടനത്തിന്റെ വക്കിൽ തന്നെ ആ ഭിന്നത എത്തിപ്പോയി. അതിന്റെ പേരിൽ വലിയ സൈന്യ വ്യൂഹവുമായി ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ നേരിടാൻ ഒരു വലിയ സൈന്യം ഇങ്ങനെ വരികയാണ്. അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു സഹാബിയ മഹാനവർകൾ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വലിയ സൈന്യം നമ്മൾ എതിർക്കാൻ വരുന്നുണ്ട്, നമുക്ക് നോക്കിയിരുന്നാ പറ്റുമോ? നമുക്കും വേണ്ടേ സൈന്യം? നിങ്ങൾ ഓർക്കണം, ഇത് ഉണ്ടായൊരു മുസീബത്താണ്. സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ നേതാക്കൾക്കിടയിൽ തന്നെ അനുയായികൾ രണ്ട് ചേരിയായി നേതാക്കളാക്കി. അപ്പോൾ സംഭവിച്ച ദൗർഭാഗ്യകരമായ ഒരു വിഷയമാണ്. അങ്ങനെ സംഭവിച്ചപ്പോൾ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നുവെന്ന് അടുത്തായ സമയമാണ്. പക്ഷേ ഫഖാല ലഹു മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകാന വല്ലാഹി ഖൈറർ റജുലൈൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മുആവിയ റളിയല്ലാഹു അൻഹു വിശാല മനസ്സ്. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സംഘത്തിന്റെ നേതാവാണ്. അപ്പുറത്തെ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സയ്യിദായ മഹാൻ റസൂലുള്ളാഹിന്റെ മകളെ മകനും ഒരു നേതാവാണ്. അവിടെ അതാ രണ്ട് ചേരിയായിരിക്കുമ്പോ മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ അംറേ, ഇൻഖതല ഹൗലായി ഹൗലായി വഹൗലായി ഹൗലായി മല്ലി ബിഉമൂരിൻ നാസി മല്ലി ബിനിസാഇഹിം മല്ലി ബിളൈഅതിഹിം. നമ്മൾ തമ്മിൽ ചേരി തിരിഞ്ഞ് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരോട് സംഘട്ടനത്തിന് പോയാൽ അതുപോലെ ഞാനും സംഘടന വളർത്തണമെന്ന നിലക്ക്, ഞാനും എന്റെ ആളുകൾക്ക് ആവേശം പകരണമെന്ന നിലക്ക് എന്റെ പിന്നിലുള്ളവരെ ഞാനും പറഞ്ഞു ചൂടാക്കിയിട്ട് ഞാനും അതുപോലെ തന്നെ അതാ സംഘട്ടനത്തിനിറങ്ങിയാൽ മല്ലി ബിഉമൂരിൻ നാസ്, ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ജനങ്ങൾ മല്ലി ബിനിസാഇഹിം, അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഘടനത്തിന്റെ പേരിൽ, അവർക്കുണ്ടാകുന്ന ആശയക്കുഴപ്പത്തിന്റെ പേരിൽ ആരാണ് ഇവർക്ക് പിന്നെ നേതൃത്വം കൊടുക്കാനുള്ളത്? ആരാണ് അവരെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ളത്? ആരാണ് അവരെ കുട്ടികളെ സംരക്ഷിക്കാനുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും സംഘട്ടനത്തിൽ ഏർപ്പെട്ട് അങ്ങ് മരിച്ചു തീരുകയാണോ വേണ്ടത്? തല്ലി തകരുകയാണോ വേണ്ടത്? അതിന് ഞാനില്ല. ഞാനിതൊന്ന് മസ്ലഹത്താക്കാൻ നോക്കട്ടെ.
മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു രണ്ടാളുകളെ പറഞ്ഞേക്കുകയാണ്. അതേ അബ്ദുറഹ്മാൻ ഇബ്നു സംറയെ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ ഇബ്നു ഖുറൈസിനെ പറഞ്ഞേക്കുന്നു, നിങ്ങളൊന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോയി കാണണം, ഞാൻ അയച്ചതാണെന്ന് പറയണം, ഞാനൊരു ചേരിയുടെ നേതാവ് തന്നെ, ഞാൻ അയച്ചതാണെന്ന് പറയണം, നമുക്കൊന്നിത് പറഞ്ഞു തീർത്തുകൂടെ? അവര് രണ്ടാളും പോയി ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചപ്പോ, അത് വലിയ മഹാനല്ലേ, വളരെ നിഷ്കളങ്ക മനസ്സല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ മകനല്ലേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, സാദാത്തുക്കളെ ബറക്കത്ത് കൊണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട്, സഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അയിമ്മത്ത് മുജ്തഹിദുകളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈറായത് മാത്രം നീ ഖൽബിൽ തോന്നിപ്പിക്കണം റഹ്മാനേ, ഖൈറിന്റെ വക്താക്കളായി ജീവിപ്പിക്കണം റഹ്മാനേ. വാശിയും വഴക്കും വക്കാണത്തിന് പകരം ഈ ഉമ്മത്തൊന്ന് യോജിച്ച് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുമായി അവര് സംസാരിച്ചപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു മസ്ലഹത്തിന് തയ്യാറായി. രണ്ട് കൂട്ടരും മസ്ലഹത്തായി. അങ്ങനെ മസ്ലഹത്തായതെങ്ങനെ? മസ്ലഹത്തായത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം, ഈ സയ്യിദിന്റെ പക്ഷം ചോദിച്ചതൊക്കെയും കൊടുക്കാമെന്ന് പറഞ്ഞു. പരസ്പരം വാശിയില്ല. അങ്ങനെ മസ്ലഹത്തായപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഭരണത്തിന്റെ ആവശ്യമില്ല, എനിക്ക് സ്ഥാനത്തിന്റെ ആവശ്യമില്ല, ഭരണം മുആവിയ റളിയല്ലാഹു അൻഹു നടത്തട്ടെ, ഞങ്ങൾക്കും അതിൽ പങ്കുണ്ടായാൽ മതി, ഞങ്ങൾക്കും അതിൽ അതാ ഞങ്ങളെയും അവഗണിക്കാതിരുന്നാൽ മതി, ഞങ്ങളെയും പരിഗണിച്ചാൽ മതി, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയാൽ മതി. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം വിട്ടുകൊടുത്തു. അപ്പോഴാണ് സുഹൃത്തുക്കളെ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, വലഖദ് സമീതു അബൂബക്കർ യഖൂൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബരി, ഞാൻ റസൂലുള്ളാഹിന്റെ മിംബറിന്റെ മേൽ കണ്ടു, ഹസൻ ഇബ്നു അലി ഇലാ ജംബിഹി, റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു ഭാഗത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകൻ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. വഹുവ യുഖ്ബിലു അലന്നാസി മർറത്തൻ വഅലൈഹി ഉഖറാ, നബി തങ്ങൾ ഒരു തവണ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നു, ഒരു തവണ ജനങ്ങളിലേക്ക് നോക്കുന്നു. എന്നിട്ട് മിംബറിൽ നിന്ന് അവിടുന്ന് പറയുന്നു, ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ മകൻ, എന്റെ ഈ മകൻ നേതാവാണ്, എന്റെ ഈ മകൻ സയ്യിദാണ്. വലഅല്ലല്ലാഹു അൻ യുസ്ലിഹ ബിഹി ബൈന ഫിയതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി തിരിയുന്ന സമയത്ത് ആ രണ്ട് ചേരികൾക്കിടയിൽ എന്റെ ഈ മകൻ മുഖേന അല്ലാഹ് മസ്ലഹത്താക്കിയേക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മകൻ മസ്ലഹത്തിനൊരുങ്ങിയത്, മസ്ലഹത്തിന് നിന്നത്. അത് അല്ലാഹുവിന്റെ റസൂല് നേരത്തെ പറഞ്ഞതാണ്. എന്റെ ഈ മകൻ നേതാവാണ്. രണ്ട് സമൂഹം തമ്മിൽ ഭിന്നിക്കുമ്പോൾ അവർക്കിടയിൽ മസ്ലഹത്താക്കുന്ന നേതാവാണ് എന്റെ ഈ മകൻ. പക്ഷെ എന്തുണ്ടായിന്നറിയോ, ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നില് കുറച്ച് തീവ്രവാദികളുണ്ട്. അവർക്ക് മസ്ലഹത്ത് പറ്റൂല, ആ പ്രശ്നം ഉണ്ടായേ പറ്റൂ, അതിനെന്തൊക്കെ വേണോ അവർ ചെയ്യും. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. ആ മസ്ലഹത്താക്കരുതെന്ന് വിചാരിക്കുന്ന കക്ഷികൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നിവരെ നിങ്ങളെ ഞങ്ങൾ വിളിച്ചത് ആ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നേതാവേ എന്നാണ്. എന്നാൽ ഇനിമേലിൽ ഞാൻ വിളിക്കുന്നു യാ ആറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അപമാനമായ മനുഷ്യ. നിങ്ങളെ പിന്നിൽ ഞങ്ങൾ ഇത്ര ഉറച്ചു നിന്ന ആവേശത്തോടെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ മസ്ലഹത്തിന് നിന്നില്ലേ, വിട്ടുവീഴ്ച ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അപമാനമായ മനുഷ്യ എന്ന മഹാനായ സയ്യിദിനെ തീവ്രവാദിയായ അനുയായി വിളിച്ചപ്പോ ആ മഹാന്റെ മറുപടി എന്താണെന്നറിയോ? മോനെ, നീ പറയുന്ന അപമാനമുണ്ടല്ലോ, അത് നാറിനേക്കാൾ നല്ലത് ആറാണ് മോനെ, നരകത്തെക്കാൾ നല്ലത് നീ പറയുന്ന അപമാനമാണ് മോനെ. ബുദ്ധിയുള്ളവരുടെ മുമ്പിൽ ഇത് അഭിമാനമാണ്, ചിന്ത കുറഞ്ഞ നിനക്കത് അപമാനമായി തോന്നിയേക്കും. നരകത്തെക്കാൾ നല്ലത് ആ അപമാനമാണ് മോനെ.
ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, വാണിമേലിൽ ഒരു സ്ഥലത്ത് വളരെ അകലെ പള്ളി, അവിടെയൊന്നും പരിസരത്ത് പള്ളിയില്ല. താഴോട്ട് പള്ളി എന്ന് താഴോട്ട് എന്ന് പറയും ആ പ്രദേശം. ഒരൊറ്റ പള്ളിയില്ലാത്തൊരു പ്രദേശം. ആ നാട്ടിലുള്ള സുന്നികളായ എല്ലാ സംഘടനയുടെയും പ്രതിനിധികൾ, ഞാനിപ്പോ പേര് പറയുന്നില്ല, എന്റെ വീട്ടിലോ എന്റെ ഓഫീസിലോ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ട് അവിടെ ഒരു പള്ളി വേണം. അൽഹംദുലില്ലാ, പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 60ഓളം പള്ളികൾ നമ്മുടെ പരിസരങ്ങളിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പണം ചെലവഴിച്ചല്ല, നിങ്ങളെപ്പോലുള്ളവർ തന്നിട്ടാണ്. അള്ളാഹു അത് ഖബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്ന് പള്ളിയില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന് തയ്യാറായി. അവിടെ പെർമിഷൻ എടുത്തു പള്ളി ഉണ്ടാക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു കൂട്ടരിറങ്ങി. അവിടെയും വന്നു ചില പണ്ഡിതന്മാരെന്നാണ് എന്റെ അറിവ്. എന്തോ ആകട്ടെ, ഞാൻ ആക്ഷേപിക്കുന്നില്ല. പള്ളിക്കെതിരെ പ്രസംഗം നടന്നു, അതുപോലെ തന്നെ പ്രതിഷേധം നടന്നു. അതേ അമുസ്ലിമീങ്ങളല്ല, RSSകാരല്ല, മാർക്സിസ്റ്റുകാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, മതവിരോധികളല്ല, മുസ്ലിങ്ങളിൽ പെട്ടൊരു വിഭാഗം തന്നെ പള്ളിക്കെതിരെ പ്രതിഷേധവുമായി വന്നു. അവിടെ അതാ പള്ളിക്ക് തറക്കല്ലിട്ടാ കുഴപ്പം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അവിടെ മസ്ലഹത്തുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. ഇപ്പോൾ ഞങ്ങളെ നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നു. അവിടെ ഇപ്പോൾ തറക്കല്ലിടുന്നില്ല. ഇന്നും തറക്കല്ലിട്ടിട്ടില്ല. ഇടണമെന്നുദ്ദേശിച്ചാൽ ഇടാൻ കഴിഞ്ഞേക്കും. പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ രക്തം ചൊരിച്ചിട്ട് ഒരു പള്ളി നിർമ്മിക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഞങ്ങളെ പഠിപ്പിച്ചത് സഹീഹുൽ ബുഖാരിയാണ്. ബുഖാരിയിലെ ഹദീസാണ്. ഞങ്ങളെ പഠിപ്പിച്ചത് റസൂലുള്ളാഹിന്റെ മകനാണ്. അപ്പോൾ ചിലര് പറയും, പിന്മാറിയില്ലേ എന്ന് പറയും. അല്ലാറു ഖൈറും മിനന്നാർ, നരകത്തെക്കാൾ നല്ലത് ആ പിന്മാറ്റമാണ് കേട്ടോ. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളി നിർമ്മിച്ച പള്ളികൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. കല്ലാച്ചി ടൗണിൽ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഞാനത് തിരിഞ്ഞു നോക്കാറില്ല. അവിടെ ഏത് പാർട്ടിക്കാരാണത് ഭരിക്കുന്നത് എന്ന് ഞാൻ നോക്കാറില്ല. അതെ, ഞാൻ ചെറിയ കുമ്പളത്ത് പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും. അതേ, മറ്റൊരു സ്ഥലത്ത് ജനതാ പാർട്ടിക്കാരനാണ്, വേറൊരു സ്ഥലത്ത് കോൺഗ്രസ്സുകാരനാണ്, മറ്റൊരു സ്ഥലത്ത് പാർട്ടി ഇല്ലാത്തവനാണ്, വേറൊരു സ്ഥലത്ത് ഇടതുപക്ഷക്കാരനാണ്, വേറൊരു സ്ഥലത്ത് വലതുപക്ഷക്കാരനാണ്. അതവരെ രാഷ്ട്രീയമാണ്. ഞങ്ങളത് നോക്കാറില്ല. മുസ്ലിമീങ്ങൾക്കാണ് പള്ളി. മുസ്ലിമീങ്ങൾ പള്ളികൾ കൈകാര്യം ചെയ്യണം. അവരുടെ വിഷയം അവര് തന്നെ കൈകാര്യം ചെയ്യണം. മറ്റുള്ളവർ അതിൽ ഇടപെടാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കരുത്. അതിന് മുസ്ലിമീങ്ങളെ മനസ്സൊന്ന് നന്നാകണം. മുസ്ലിമീങ്ങളൊന്ന് ഐക്യത്തോടെ ചിന്തിക്കണം, വിശാലമായി ആലോചിക്കണം. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മുസ്ലിമീങ്ങൾ വാശിയോടെ എവിടെയും പ്രശ്നമുണ്ടാക്കണമെന്ന് ചിന്തിക്കരുത്. അത് നമ്മുടെ കടപ്പാടല്ല, നമ്മളോട് വിരോധിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ അല്ലാഹുവിന്റെ ദീനാണ് കൈകാര്യം ചെയ്യുന്നതെന്ന ബോധം ഓരോ മനുഷ്യർക്കും ഉണ്ടാകണം. ഈ അടുത്ത് പയ്യോളിയിൽ ഒരു വലിയ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ജുമഅ ആരംഭിക്കണം പലരും പറഞ്ഞു. അത് IPCയുടെ കീഴിലാണ്, സിറാജുൽ ഹുദയുടെ കീഴിലല്ല. ചുരുക്കി പറയട്ടെ, പള്ളിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അവിടെ ജുമഅ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ ചിലരുണ്ടോ മഹല്ലിൽ എതിർപ്പുണ്ടാവോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇവിടെ പള്ളി ഉണ്ടാക്കി? നമ്മളെന്തിനാ പള്ളി ഉണ്ടാക്കി? ഞാൻ അതിന്റെ പ്രസിഡന്റാണ്. എന്തിനാ പള്ളി ഉണ്ടാക്കിയത്? നിസ്കരിക്കാൻ. അവിടെ ജുമഅ നിസ്കരിക്കാൻ ആളുണ്ടാവൂലേ? ഉണ്ടാവും. അവിടെ പള്ളിയുണ്ട്, അടുത്ത് പള്ളിയുണ്ട്, പക്ഷെ അവിടെ ആൾ കൊള്ളുന്നില്ല. ഒരു നിലക്കും പള്ളി ആൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ ജുമഅ തുടങ്ങുന്നതിന് എന്താ കുഴപ്പം? ആ പള്ളിയിൽ സൗകര്യം ഇല്ലല്ലോ, സ്ഥല സൗകര്യം ഇല്ലല്ലോ, തുടങ്ങാമല്ലോ. സ്ഥല സൗകര്യം ഇല്ലേ? വേറൊരു ജുമഅ തുടങ്ങി കൂടെ, തുടങ്ങാലോ. അപ്പൊ മഹല്ലിൽ എതിർപ്പുണ്ടാവും. ഞാൻ പറഞ്ഞു, മഹല്ലിൽ എതിർപ്പുണ്ടാവില്ല. എതിർപ്പുണ്ടാകുന്നതിന്റെ കാരണം നിങ്ങൾ സ്ഥാനത്തിൽ പോയാലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവിടെ ജുമഅ തുടങ്ങുന്നതോടുകൂടി തന്നെ ആ മഹല്ലിന്റെ ഭരണം നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ കുഴപ്പമുണ്ടാവും. ഭരണം നോക്കണ്ട, അതാ പണ്ടം ഭരിക്കുന്നതോടെ ഭരിച്ചോ. നമുക്ക് ഭരണം വേണം. ആ പണ്ടം ഭരിക്കുന്ന കമ്മിറ്റിക്കാർ തന്നെ ഭരിച്ചോട്ടെ. അതേ സമയത്ത് പള്ളിയിൽ ജുമഅ നിസ്കരിച്ച് എല്ലാവരും പോയിക്കോട്ടെ. കല്ലാച്ചിയിൽ നിങ്ങൾ കണ്ടില്ലേ പള്ളി ഉണ്ടാക്കി. ഇവിടുത്തെ മഹല്ലിന്റെ ഭരണം നോക്കി നടന്നു. നമ്മള് നാദാപുരത്ത് പള്ളി ഉണ്ടാക്കി, മഹല്ലിന്റെ ഭരണം വേണം. എന്തിനീ ഭരണം? ഭരണമല്ല ആവശ്യം, ആളുകൾ നിസ്കരിക്കൽ ആവശ്യം. നിസ്കരിക്കാൻ സൗകര്യം ചെയ്യാം. എല്ലാവരും നിസ്കരിക്കട്ടെ, സൗകര്യപൂർവ്വം നിസ്കരിക്കട്ടെ. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ കുഴപ്പമുണ്ടോ? അപ്പൊ ഇവർ പറഞ്ഞു, എന്നാ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഞങ്ങൾ അവരോടൊന്ന് പറഞ്ഞാലോ. ഞാൻ നല്ല മഹല്യാരോട് പറ, നിങ്ങൾ ജുമഅ തുടങ്ങി, നിങ്ങൾ സഹകരിക്കണം. അൽഹംദുലില്ലാ, അവിടുത്തെ നാട്ടുകാരും മഹല്യാരും ഒക്കെ വന്ന് കഴിഞ്ഞ ആഴ്ച ജുമഅ തുടങ്ങി, ഒരു കുഴപ്പമില്ല. എവിടെയാ പ്രശ്നം വരിക? പ്രശ്നം വരിക അധികാരമോഹം ഉണ്ടാവുമ്പോ. അധികാരമോഹം ഉണ്ടാവുമ്പോ സമുദായം ഭിന്നിക്കും. അധികാരമോഹമാണ് എവിടെയും സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാരണം. അധികാരമോഹം കൈയൊഴിച്ച് മുസ്ലിങ്ങൾ ധാരാളം നിസ്കരിക്കട്ടെ,
സൗകര്യമുണ്ടാകട്ടെ. മുസ്ലിങ്ങൾ ധാരാളം ദീനീ പ്രവർത്തനം നടത്തട്ടെ, മറ്റ് സമുദായത്തിനും ഗുണം ചെയ്തു കൊടുക്കട്ടെ എന്ന് ചിന്തിച്ചാ പ്രശ്നമുണ്ടോ? അതേസമയത്ത് എന്റെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമോ? മറ്റവന്റെ സ്റ്റാറ്റസ് കൂടി പോകുമോ? അയാൾ ജനങ്ങൾക്കിടയിൽ ആദരവുള്ള ആളായി പോകുമോ? അയാൾക്ക് സ്ഥാനം കിട്ടിപ്പോകുമോ? ഈ അസൂയയുടെ മനസ്സോ അഹങ്കാരത്തിന്റെ മനസ്സോ ഉണ്ടെങ്കിൽ അല്ലാഹ് അറിയും. അല്ലാഹ് അറിയാത്ത രഹസ്യമില്ല, അല്ലാഹ് അറിയാത്ത പരസ്യമില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളൊന്ന് നന്നായാൽ ഏത് മഹല്ലിലും സർവ്വ പ്രശ്നങ്ങളും തീരും. തീർക്കാൻ വേണ്ടി അല്ലാഹ് ഭാഗ്യം നൽകട്ടെ. ഞാൻ നീട്ടിപ്രസംഗിക്കുന്നില്ല. ഒരിക്കലും തന്നെ വിജയ പരാജയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭിന്നിക്കേണ്ടതില്ല. ഞാൻ പറയട്ടെ, അധികാരത്തിന്റെ പേരിലുള്ള ഹുങ്കുകൾ, അതിന്റെ പേരിലുള്ള അഹങ്കാരങ്ങൾ, അതല്ലേ നാട്ടിൽ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പ്രശ്നങ്ങളിലേക്ക് പോകാതെ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഞാൻ കാറിൽ ഇങ്ങനെ ഒരു വേദം പറയാൻ വേണ്ടി പോവാണ്. കാറിലോ ബസ്സിലോ പലതിലും പോക്കുണ്ട്. അന്ന് പോയത് കാറിലാണ്. പേരാമ്പ്ര അങ്ങനെ എത്തുമ്പോ കാറും എല്ലാ ബസ്സും നിന്നുപോയി. ഞാൻ ചോദിച്ചെന്താണ് അത്? നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോ ഇവിടെ ജയിച്ചതിന്റെ പേരിലുള്ള ആഘോഷമാണ്. അപ്പൊ അതിന്റെ ആഘോഷത്തിന്റെ തുള്ളന. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ മനുഷ്യരുടെ ഊര നേരെ നിൽക്കുന്നില്ല. അയിലസാദ് തൊട്ട് ഊരങ്ങനെ ഒന്നുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഉന്തലിന്റെ തിരക്ക് ഭയങ്കര തിരക്കാണ്. ഒരൊറ്റ വണ്ടിയും വിടുന്നില്ല. ഇന്നലെ വോട്ട് ചെയ്തവനും കുടുങ്ങി, ഇന്നലെ വോട്ട് ചെയ്യാത്തവനും കുടുങ്ങി, ഇവരെ ജയിപ്പിച്ചവനും കുടുങ്ങി, തോറ്റവനും കുടുങ്ങി. പോണ്ടെടുത്ത് പോകാൻ സമ്മതിക്കുന്നില്ല. പറയട്ടെ, അതേ സമയത്ത് എല്ലാ വണ്ടിയും, എന്റെ മാത്രമല്ല കുറെ ആള് കുടുങ്ങി, കൂടുതൽ ഞാനുവാ. അപ്പൊ അങ്ങനെ കുടുങ്ങി. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എന്താ ഇവിടെ വിഷയം? ഇലക്ഷനിൽ ജയിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈ ഇലക്ഷൻ, അതിനെ പറ്റി ഒന്ന് ആലോചിക്കുമ്പോൾ ഒരർത്ഥവും കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ടവർക്കും കീഴൻ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. കീഴൻ ഉസ്താദ് ഒരു ദിവസം എന്നോട് തന്നെ പറഞ്ഞതാ. ഞാനിങ്ങനെ ആലോചിച്ചു, ആൾക്കാരിങ്ങനെ ഇലക്ഷനും പറഞ്ഞ് തമ്മിലടിക്കുന്നത്, എന്തിനെ തമ്മിലടിക്കുന്നത് ഞാൻ ആലോചിച്ചു. കാരണം ഇത്രയൊന്നും അധ്വാനിക്കേണ്ടതില്ല, 2 ബെല്ല കഷ്ണം ഉണ്ടായി ഇലക്ഷൻ നടത്താൻ. കീഴൻ ഉസ്താദ് പറഞ്ഞതാ. ഞാൻ ചോദിച്ചാ അങ്ങനെ അത് 2 വെല്ലക്കഷ്ണം, ഒരു വെല്ലക്കഷ്ണം ഒരു തൊണ്ടിൽ വെക്കുക, മറ്റേ വെല്ലക്കഷ്ണം വേറൊരു തൊണ്ടിലും വെക്കുക. കൂടുതൽ ഉറുമ്പ് കയറിയത് ഏത് തൊണ്ടിലാണോ അവൻ ജയിച്ചു വെക്കുക. കീഴൻ ഉസ്താദ് പറഞ്ഞതാ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്തേ അങ്ങനെ പറയാന്? അപ്പോ മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ പറയാനുള്ള കാരണം ഈ ഇലക്ഷന് ഞാനൊരർത്ഥം കാണില്ല. ചോദിച്ചാ എന്താ ഇലക്ഷൻ അർത്ഥമില്ലാത്തതോ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നല്ല രാഷ്ട്രത്തെ പറ്റും രാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെ നല്ല വിവരമുള്ള ഒരാൾ, അയാൾക്ക് ഒരു വോട്ട്. രാഷ്ട്രീയം എന്താന്ന് പറഞ്ഞൂടാ, രാഷ്ട്രം എന്താന്ന് പറഞ്ഞൂടാ, ഭരണം എന്താന്ന് പറഞ്ഞൂടാ, ഭരണം എല്ലാത്ത എന്താന്ന് പറഞ്ഞൂടാ. അങ്ങനെയുണ്ട്. വയനാട്ടിലൊക്കെ കുറെ ആദിവാസികള്, അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ചിലപ്പോ മന്ദബുദ്ധികള്, എല്ലാവർക്കും ഒരു വോട്ടാ. അപ്പൊ നമ്മളെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഈ അബ്ദുൽ കലാം, അദ്ദേഹം കുറെ വിവരമുള്ള ആളാണ്, വലിയ ഇസ്ലാമിക പണ്ഡിതനാണെന്ന് ഞാൻ പറയും. കുറെ വിവരമുള്ള ആളാണ്, അയാൾക്ക് ഒരു വോട്ടാ. നമ്മളെ നാട്ടിലെ മന്ദബുദ്ധിയുള്ള ഒരാളുണ്ട്, എല്ലാവരും കൂടി എടുത്തോണ്ട് പോയിട്ട് പറയുന്നതിന് കുത്തിക്കുന്നൊരുത്തണ്ടല്ലോ, മോനും ഒരു വോട്ടാ. ഇത് രണ്ടും ഒരുപോലല്ലേ? അപ്പൊ പിന്നെ ഇതിന് വെറുതെ മെനക്കേണ്ട ആവശ്യമുണ്ടോ? 2 ബെല്ലം വെച്ചാ പോരെന്നാ ഉസ്താദ് ചോദിച്ചു. ഒന്ന്. രണ്ടാമത്തെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ഇതിനാളുടെ ഏകദേശം തമ്മിലടി. ഹർത്താലുകൾ ഇപ്പൊ എത്ര കഴിഞ്ഞൊരു മാസത്തില് എത്ര ദിവസം കുട്ടികളെ പഠനം മുടങ്ങി, എത്ര ദിവസം കല്യാണക്കാരെ ബുദ്ധിമുട്ടി, എത്ര ദിവസം യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടി. ഹർത്താൽ എത്ര കഴിഞ്ഞു? ഇതിനൊക്കെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളല്ലേ? ഈ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ ജനങ്ങൾക്ക് ഒരു പ്രസിഡന്റും ഇല്ല, സെക്രട്ടറി ഇല്ലല്ലോ, ഓരോ പാർട്ടിക്കല്ലേ ഉള്ളൂ. ജനങ്ങൾക്ക് ഒരു പ്രസിഡന്റും ഇല്ല, സെക്രട്ടറി പറയാൻ ആർക്കും വേണ്ടേ? ഞാൻ കുറച്ച് ജനങ്ങളെ പക്ഷം നിന്ന് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൊല്ലും ഒക്കെ നടക്കുകയാണ്. വിഷയം ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ എത്ര ഗൗരവമുണ്ട്. എന്തേ ഒരു സ്ഥലത്തെ ഇലക്ഷൻ നടക്കുന്നത്, എ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി, ബി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥാനാർത്ഥി, സി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥാനാർത്ഥി. കുടികോളി പേരൊന്നും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ്ട. എ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടി എത്ര? 50,000 വോട്ട്. ബി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്കും കിട്ടി 50,000. അതിന്റെ നേരെ അപ്പുറത്തെ ആൾക്ക് 50,001 വോട്ട് കിട്ടി. 50,001. ആകെ പോൾ ചെയ്ത വോട്ട് 1,51,000. ബാക്കിയുള്ള വോട്ട് അസാധുവാണ്. അപ്പൊ നിങ്ങൾ കൂട്ടണം, ഒരു വോട്ടിന് ഒരാൾ ജയിച്ചു അല്ലേ? ഒരു വോട്ട് കൂടുതൽ കിട്ടിയ ആൾ ജയിച്ചില്ലേ? അപ്പൊ അയാളാണ് ജയിച്ചത്. അയാൾ ജയിച്ച വകയിലാണ് ഊര നേരെ നിൽക്കാത്തത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇയാൾ ജയിച്ചോ? ജയിച്ചു. എന്താ അയാൾ അതിന് ഭരിക്കുക? അയാളെ ഭരിക്കുക. അയാൾ ഭരിക്കാൻ എന്താ കാരണം? അയാൾക്ക് ഭൂരിപക്ഷം കിട്ടി. അയാൾക്ക് എത്ര വോട്ട് കിട്ടി? 50,001. ഒരു വോട്ട് വേണ്ട. നിങ്ങൾ ഒന്നായിട്ട് വിഷമിക്കേണ്ട, 1000 കൂട്ടിക്കോളിങ്ങൾ. 51,000 ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞ
51 1000 വോട്ട് കൂടുതൽ കിട്ടും. അപ്പൊ 1000 ആള് കൂടുതലും പറയുന്ന അയാൾ ഭരിക്കണമെന്നാണ് നമ്മുടെ നാട്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത്, അല്ലെങ്കിൽ നമ്മളെ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ നമ്മളെ നിയമസഭയിൽ എവിടെയാണ് തർക്കമില്ല. അയാൾ ഭരിക്കണമെന്നാണ് ഭൂരിപക്ഷം പറഞ്ഞത്. എത്ര ആള് പറഞ്ഞു അയാൾ ഭരിക്കാൻ കൊള്ളൂന്ന്? 51,000 ആള് പറഞ്ഞു, അല്ലെ 50,001 ആള് പറഞ്ഞു, അല്ലേ? അയാൾ ഭരിക്കാൻ കൊള്ളൂല. എത്ര ആള് പറഞ്ഞു? 1,00,000 ആള് പറഞ്ഞു. 1,00,000 ആള് പറഞ്ഞ ആൾ ഭരിക്കാൻ കൊള്ളൂലാന്ന്. കാരണം എക്ക് വോട്ട് ചെയ്താലും ബിക്ക് വോട്ട് ചെയ്താലും പറഞ്ഞ അയാൾ പറ്റൂലെന്നാ. സിക്ക് വോട്ട് ചെയ്തോ മാത്രമാ പറഞ്ഞത് അയാൾ പറ്റൂ. അപ്പൊ അയാൾക്ക് എതിരെത്ര ആളുണ്ട്? 1,00,000 ആള് അയാൾ പറ്റൂല എന്ന് പറഞ്ഞു. 50,001 ആള് അയാൾ പറ്റൂന്ന് പറഞ്ഞു. ആരാ ജയിച്ച്? ആരാ ഭരണത്തിൽ വരുന്നത്? ഇതിനാ ഊര നേരെ നിൽക്കാത്ത. ഞാൻ ചോദിക്കട്ടെ, ഇതേ സംഗതി പള്ളി മഹലിൽ വേണോ? ഇതേ സംഗതി പള്ളി ഭരണത്തിന് വേണോ? ഇതേ സംഗതി മറ്റു വിഷയത്തിന് വേണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു അർത്ഥമില്ലാത്ത വിഷയം നമ്മളെ പള്ളിയിലും മദ്രസയിലും കയറ്റിക്കൊണ്ടിരണോ? അതിന് പകരം നമ്മുടെ മനസ്സൊന്ന് വിശാലമാക്കിക്കൂടെ? നമ്മുടെ മനസ്സൊന്ന് വിശാലമാക്കിക്കൂടെ? നമ്മുടെ നാടുകളിലുള്ള പഴയകാല പള്ളികൾ, അത് നമ്മുടെ മുൻഗാമികൾ നിർമ്മിച്ച പള്ളികൾ, അത് നമ്മൾ പൊളിച്ച് നിർമ്മിച്ച പള്ളികളുണ്ട്. അല്ലാഹു സഹായിച്ചവർക്കൊക്കെ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ച മൈതാനികൾ, അല്ലാഹു ഖബറിൽ കിടക്കുന്നവരെ ഖബറുകൾ സന്തോഷത്തിലാക്കട്ടെ. ഇവിടെയും ഈ അടുത്ത അപകടത്തിലും അതുപോലെ പെട്ടെന്ന് മരിച്ചുപോയവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും പ്രതിഫലം നൽകട്ടെ. അവരെ കുടുംബങ്ങൾക്ക് അല്ലാഹു ബർക്കത്തും ക്ഷമയും നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നമ്മളെ മുൻഗാമികൾ നമ്മൾ തമ്മിൽ അടിക്കാൻ വേണ്ടി മൈതാനി ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ മുൻഗാമികൾ നമ്മൾ തമ്മിൽ അടിക്കാൻ വേണ്ടി പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ? അവരുടെ സന്താന പരമ്പരകളും അവരെ കുടുംബ പരമ്പരകളുമല്ലേ പിൻഗാമികൾ. നമുക്ക് അവരോട് കടപ്പാടില്ലേ? അവർക്ക് ഖബറിൽ സമാധാനത്തോടെ കിടക്കാൻ സാധിക്കണ്ടേ? ജേഷ്ഠാനുജന്മാര് തമ്മിലല്ലേ തല്ലാൻ പോകുന്നത്? ജേഷ്ഠാനുജന്മാര് തമ്മിലല്ലേ, കുടുംബങ്ങൾ തമ്മിലല്ലേ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നത്? അവിടെ എന്ത് ശൈത്താനാണ് നമ്മളെ വഞ്ചിക്കാൻ പോകുന്നത്? ഏത് ഇബ്ലീസാണ് നമ്മളെ ഭിന്നിപ്പിക്കുന്നത്? അത് ചിന്തിക്കാൻ നമ്മൾ വളരേണ്ടതില്ലേ? ചോദിക്കട്ടെ, നമുക്കെന്തുകൊണ്ട് മനസ്സൊത്തുകൂടാ? ഓരോ മഹല്ലിലും ഒത്തുകൂടെ? ഓരോ മഹല്ലിലും പല സംഘടനക്കാരുണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മതത്തെയും ഒരു മതമാക്കി തീർക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമില്ല. ഇതുപോലെ എല്ലാവരും ഒരു സംഘടനക്കാരാവുക അള്ളാഹിന്റെ തീരുമാനത്തിലില്ല. ഓരോ സംഘടനയിലും പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റുള്ളവന്റെ സംഘടന എന്തു ചെയ്യുന്നു എന്നവരാലോചിക്കട്ടെ. ആ നേതാക്കൾ എന്ത് പറയുന്നു എന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ആഖിറത്തിന് ഗുണകരമാണെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കട്ടെ. ആഖിറത്തിന് കൂടുതൽ നല്ലതാണെന്ന് തോന്നുന്നതിനെ പിന്തുണക്കട്ടെ. ഓരോരുത്തരുടെ തോന്നൽ ഓരോ വിധത്തിലാകാം. അതിനാരും ആക്ഷേപിക്കേണ്ടതില്ല, ചീത്ത പറയേണ്ടതില്ല, നിന്ദിക്കേണ്ടതില്ല. ഒരാൾക്ക് ബോധ്യപ്പെട്ടത് ഒരാൾ സ്വീകരിക്കും, മറ്റാൾക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ട് ചീത്ത പറയേണ്ടതില്ല. ഒരാൾ ഹജ്ജിന് പോയി, ഒരു ഉദാഹരണം, ഹജ്ജിന് പോയി, ചേലക്കാട്ടുന്ന ഒരാൾ ഹജ്ജിന് പോയി മടങ്ങി വന്നിട്ട് അദ്ദേഹം സംസം വെള്ളം വിതരണം ചെയ്യാണ്. വിതരണം ചെയ്യുമ്പോൾ ഒരാൾ പറയുന്നത് സംസമാണെന്നുള്ള എന്താ തെളിവ്? ഒരാൾ ചോദിക്കുന്ന സംസമാന്നുള്ളതിന് എന്താ തെളിവ്? ബർക്കത്തുള്ള വെള്ളമാണെന്നതിന് എന്താ തെളിവ്? അയാൾ പറഞ്ഞു, മക്കളെ, ഞാൻ മക്കത്ത് പോയിട്ട് മടങ്ങി വന്ന് കള്ളത്തരം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിങ്ങളെ കൊണ്ട് ഈ വെള്ളം കുടിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാൻ ഈ വെള്ളം ലേലം ചെയ്ത് വിറ്റിട്ടില്ല, വിൽക്കുന്നുമില്ല, വെറുതെ തരിയല്ലേ സംസം വെള്ളം. ഈ സംസം വെള്ളം നിങ്ങൾക്ക് ഇഷ്ടണ്ടേ കുടിച്ചോ, ഇല്ലേ കുടിക്കണ്ട. അപ്പൊ വേറൊരു കൂട്ടർ ആ സംസം വെള്ളം കൊടുക്കാൻ വിടൂല, അത് കുടിക്കാനും വിടൂല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഒരുത്തൻ ചോദിക്കുന്നു, ആ സംസം വെള്ളം നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ സംസം കിണർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ, ഞാൻ സംസം കിണർ കണ്ടിട്ടില്ല, ഒരു അറ്റാച്ചിയും കണ്ടിട്ടില്ല, ഇക്കൊല്ലം പോയ ഒരാളും കണ്ടിട്ടില്ല. എന്നാ സംസം കിണറ്റിന്റെ മോട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ഞാൻ കണ്ടിട്ടില്ല. എന്നാ ആ മോട്ടറിൽ നിന്ന് ഇവിടത്തോളം വരുന്ന പൈപ്പ്, അതിന് വേണമെങ്കിൽ അറബിയിൽ സെനത് എന്ന് പറയാം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ആ പരമ്പര അങ്ങ് നിങ്ങളോളം വരുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാ പിന്നെ ഇത് കുടിക്കാൻ പറ്റൂല. അതിനു വേണ്ടി ഒരു തല്ലുണ്ടാക്കണോ? ഇഷ്ടമുള്ളവൻ കുടിച്ചോട്ടെ, ഇഷ്ടമില്ലാത്തവൻ കുടിക്കണ്ട. വിശ്വാസമുള്ളവൻ കുടിച്ചോട്ടെ, അല്ലാത്തവൻ കുടിക്കണ്ട. അതിന് സ്റ്റേജിൽ കയറി ഗീബത്ത് പറയണോ? അതിന് കുറ്റം പറയണോ? അതിന് നിന്ദിക്കണോ? ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ സംസം വെള്ളം കുടിക്കണമെന്ന്? ബോധ്യപ്പെട്ടവൻ കുടിക്കട്ടെ, അല്ലാത്തവൻ കുടിക്കണ്ട എന്ന് വെച്ചാ പോരെ? അനാവശ്യ വിവാദം ഈ സമുദായത്തിൽ വലിച്ചിടേണ്ടതുണ്ടോ? ഓ മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് ഒന്നിച്ചുകൂടെ? നമുക്കൊന്ന് യോജിച്ചുകൂടെ? ഞാൻ ഒന്നുകൂടി പറയുകയാണ്, സംസം കിണർ കണ്ടിട്ട് സംസം വെള്ളം കുടിക്കുന്നവരെത്ര? സംസം കിണറിന്റെ മോട്ടോർ കണ്ടവരെത്ര? സംസം കിണർ മുതൽക്ക് നിങ്ങൾ എടുത്ത പൈപ്പ് വരെയുള്ള പൈപ്പ് കണ്ടവരാരാണ്? കാണാത്തതുകൊണ്ടൊക്കെ ഇല്ല എന്നാണോ? സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അനാവശ്യ വിവാദങ്ങൾ ഈ സമുദായത്തിൽ വലിച്ചിടരുത്. അതിന്റെ പേരിൽ തമ്മിലടിക്കരുത്, അതിന്റെ പേരിൽ തമ്മിൽ അടിപ്പിക്കരുത്. പടച്ചവന്റെ കോടതി ഉണ്ടെന്ന ബോധം എല്ലാവർക്കും വേണം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഓരോ മഹല്ലിലും ഒരുപാട് സംഘടനക്കാരുണ്ടായിരിക്കാം. ആ സംഘടനകൾ സുന്നത്ത് ജമാഅത്താണോ എങ്കിൽ പരസ്പരം ഭിന്നിക്കരുത്. ഏത് സംഘടനയിലുള്ളവർക്കും പള്ളി മഹല്ലിൽ മെമ്പറാകാം,
ഏത് സംഘടനയിലുള്ളവർക്കും ഇമാമത്ത് നിൽക്കാം, ഏത് സംഘടനയിലുള്ളവർക്കും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയുമാകാം. സുന്നി ആയിരിക്കണം നിർബന്ധമാണ്. കാരണം സുന്നികൾ സ്ഥാപിച്ച പള്ളിയാണ്, സുന്നികൾ ഉണ്ടാക്കിയ മൈതാനിയാണ്, സുന്നികളാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് അതിന് അധികാരമില്ല. കാരണം അവരെ ആശയം നടപ്പാക്കാൻ ഇവിടെ ഇത്തരം പഴയ പ്രദേശങ്ങളിൽ, ഈ ചേലക്കാട് പോലുള്ള പ്രദേശങ്ങൾ പഴയ പ്രദേശങ്ങളാണ്. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുമ്പ് കാലത്തുണ്ടായിട്ടില്ല, ഇന്നും ഇല്ലെന്നാണ് എന്റെ അറിവ്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയായി ഈ നാട് നിലനിർത്തി തരട്ടെ. എന്തെങ്കിലും ഭിന്നതകൾ ഉണ്ടെങ്കിൽ അല്ലാഹു തആല ബദരീകളെ ബറക്കത്ത് കൊണ്ട് പറിച്ചു നീക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനിടയിൽ അല്ലാഹു യോജിപ്പും ഐക്യവും നൽകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഭിന്നിക്കേണ്ടതില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, തർക്കങ്ങൾ ശാഖാപരമായ തർക്കങ്ങളാണെങ്കിൽ, അത്തരം തർക്കങ്ങൾ ഹഖ് പക്ഷത്തുണ്ടെങ്കിൽ തന്നെ, സത്യമൊരു പക്ഷത്തുണ്ടെങ്കിൽ തന്നെ, അത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തർക്കവുമായി നടക്കരുതെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ ഹിദായയിൽ ഒരു ഹദീസ് എടുത്തുദ്ധരിക്കുകയാണ്. മഹാനവറുകൾ അതെന്താണ്? മൻ തറകൽ മിറാഅ, വല്ലവനും വിവാദം കൈയൊഴിച്ചാൽ, വഹുവ മുബ്തിലുൻ, അവൻ പറയുന്ന വാദം തെറ്റാണ്, തെറ്റായതോടുകൂടെ തന്നെ ഒരാൾ വിവാദം കൈയൊഴിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്ന, അവന് സ്വർഗത്തിൽ അല്ലാഹു തആല വീട് പണിയും. വമൻ തറകൽ മിറാഅ മുഹിഖുൻ, അതേ സമയത്ത് ഒരു മനുഷ്യന്റെ കൈവശത്തിൽ സത്യമുണ്ട്, അത് സത്യം ഞാൻ പറയുന്നതാണെന്ന് ഉറപ്പാണ്, പക്ഷേ ഭിന്നത വേണ്ടാന്ന് വിചാരിച്ച് വിവാദം ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ സത്യം കൈവശത്തിലുള്ളതോടുകൂടി തന്നെ ഒരാൾ വിവാദത്തിൽ നിന്ന് മാറി നിന്നാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനത്ത് അല്ലാഹു അവന് വീട് കൊടുക്കും. ഈ പറഞ്ഞ ഹഖ് എന്ന് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിനിടയിലുള്ള തർക്കമാണ്, പുറത്തുള്ളവരോടുള്ള തർക്കമല്ല. ശാഖാപരമായ ഭിന്നതകൾ വരുമ്പോ അവിടെ വിവാദം വേണ്ടെന്ന നിലക്ക് മാറി നിൽക്കുമ്പോൾ അല്ലാഹ് സ്വർഗത്തിന്റെ ഉന്നത പദവിയിൽ അതാ അല്ലാഹു തആല വീട് കൊടുക്കുമെന്നാണ് നബിതങ്ങൾ പറയുന്നത്. എന്നിട്ട് മഹാനായ ഇമാം ഗസ്സാലി പറയുന്നു റളിയല്ലാഹു അൻഹു, വലാ യംബഗി അൻ യഖ്ദക ശൈത്താനു, ശൈത്താൻ നിന്നെ ചതിച്ചു കളയുന്നതിന് നീ ശ്രദ്ധിച്ചോ, പറ്റിപ്പോകരുത്. വയഖൂലു ലക, ശൈത്താൻ നിന്നോട് പറയും, അദ്ഹിറിൽ ഹഖ വലാ തുദാഹിൻ ഫീ, ഹഖ് വെളിച്ചത്താക്കടോ, നീ അങ്ങനെ ആരെയും സോപ്പിടാനൊന്നും പോകണ്ട എന്ന് നിന്നോട് ശൈത്താൻ പറയും. ഫൈന ശൈത്താന അബദൻ യസ്തജിറുൽ ഹംഖാ ഇല ശർരി ഫീ മഅരിദിൽ ഖൈരി, ഖൈറിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന്, ഖൈറിന്റെ എക്സിബിഷനിൽ കൊണ്ടുവന്ന് ശർറിലേക്ക് വിവരം കുറഞ്ഞവനെ ശൈത്താൻ വലിച്ചു കൊണ്ടുപോകും. ഫലാ തകുൻ ളുഹഖതൻ ലിശയാതീനി ഫയസ്ഖറ ബിക, അപ്പൊ ശൈത്താൻ നിന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കും. അതുകൊണ്ട് മോനെ, ഫൈദഹാറുൽ ഹഖ് ഹസനുൻ, ഹഖ് വെളിവാക്കുന്നത് നല്ലതാണ്. മഅമൻ യഖ്ബലുഹു മിൻക, നിന്നിൽ നിന്ന് സ്വീകരിക്കുമെന്ന് തോന്നുന്ന ജനങ്ങൾക്ക് ഹഖ് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. വദാലിക ബിത്വരീഖിൻ നസീഹതി, അത് തർക്കത്തിന്റെ സ്വഭാവത്തിലല്ല, ചീത്ത പറഞ്ഞുകൊണ്ടല്ല, നിസാരപ്പെടുത്തിയിട്ടല്ല, മറിച്ച് ഉപദേശത്തിന്റെ ശൈലിയിൽ, ഫിൽ ഖുഫിയതി, അതും കഴിയുമെങ്കിൽ രഹസ്യമായി, ലാ ബിത്വരീഖിൽ മുമാറാത്തി, വിവാദത്തിന്റെ ശൈലിയിലല്ല. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തമ്മിൽ പെരുമാറേണ്ടത്. എന്നിട്ട് മഹാൻ പറയുന്നു, വലിൻ നസീഹതി സിഫത്തുൻ വഹയ്യത്തുൻ, ആളുകൾക്ക് നല്ലത് ഉപദേശിക്കുന്ന ചില രൂപവും താപവുമുണ്ട്. വയുഹ്താജു ഫീഹാ ഇലാ തലത്തുഫിൻ, അതിന് വളരെ മയമായ ശൈലിയിൽ അത് നടത്തണം. വഇല്ലാ സാറത്ത് ഫളീഹത്തൻ, അല്ലെങ്കിൽ നസീഹത്ത് ഫളീഹത്തായി വശളായി മാറും, വഅദ് വശളായി മാറും, വഅദ് വശളായി മാറും. അതുകൊണ്ട് വഅദ് വശളായി മാറാൻ പാടില്ല. വകാന ഫസഅദുഹാ അക്തറ മിൻ സലാഹിഹാ, അങ്ങനെ ഹഖ് വെളിവാക്കുമ്പോൾ അതുകൊണ്ട് നന്മയേക്കാൾ കൂടുതൽ ഫസാദ് ഉണ്ടാകും. എന്നിട്ട് മഹാൻ പറയുന്നു, വമൻ ഖാലത മുതഫഖിഹത്തൽ അസ്രി, ഈ ആധുനിക യുഗത്തിലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ചിലരോട് നിങ്ങൾ കലർന്ന് ജീവിച്ചാൽ, വലബ അലാ തബഇൽ മിറാഉ വൽ ജിദാലു, അവന്റെ പ്രകൃതിയിൽ തർക്കിക്കണം എന്ന ചിന്ത വരും. വഅസ്റ അലൈഹി സംതു, അതേ മിണ്ടാതിരിക്കാൻ അവന് പ്രയാസം വരും. ഇത് അൽഖാ അലൈഹിം ഉലമാഉ സൂഈൻ, എന്തുകൊണ്ട് ആഖിറൻ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരാശയം, അന്നദാലിക ഹുവൽ ഫദ്ലു, തർക്കവുമായി നടക്കലാണ് ബഹുമാനമെന്ന്. വഅന്നൽ ഖുദ്റത അലൽ മുഹാജ്ജത്തി വൽ മുനാഖസത്തി ഹുവല്ലദീ
അങ്ങനെ തർക്കിക്കലാണ് കൂടുതൽ ആളുകൾ ബഹുമാനിക്കാനും മദ്ഹ് പറയാനും നല്ലതെന്ന്. അങ്ങനെ തർക്കത്തിന് വേണ്ടി പ്രചോദനം നൽകുന്ന പണ്ഡിതന്മാരെ നീ കണ്ടാൽ നീ അവരിൽ നിന്ന് സിംഹത്തെ കണ്ടാൽ ഓടും പോലെ ഓടിക്കോ മോനെ. നിന്റെ ആഖിറം അവര് രക്ഷപ്പെടുത്താൻ കാരണമാകൂല. സിംഹം നിന്നെ വേട്ടയാടുന്നതിനേക്കാൾ നിന്റെ ഈമാനും തഖ്വയും അവര് വേട്ടയാടിക്കളയും മോനെ. അതുകൊണ്ട് അനാവശ്യ വിവാദം വലിച്ചിട്ട് വിവാദവുമായി നടക്കുന്ന പണ്ഡിതന്മാരിൽ നീ ഓടിക്കളയണേ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആഖിർ സമാനിൽ ഉണ്ടാകുന്ന ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന ചില പണ്ഡിതന്മാരെ സൂചിപ്പിക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. എല്ലാവരും യോജിച്ചു പോകാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കണം. അതിനേത് മാർഗം സ്വീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സുകൾ നന്നാകണം. പണ്ഡിതന്മാരും സയ്യിദന്മാരും മസ്ലഹത്തിന് നേതൃത്വം കൊടുക്കണം. സാധാരണക്കാരവരെ അനുസരിക്കണം. പണ്ഡിതന്മാരും നേതാക്കളും സത്യവും ഹക്കും പറയണം. ഞാൻ സന്തോഷത്തോടൊരു കാര്യം പറയട്ടെ, അല്പം വേദനയോടെയും പറയട്ടെ. നമ്പ്യത്താങ്കുണ്ട് എന്നൊരു പ്രദേശമുണ്ട്. പലപ്പോഴും അവിടെ ഒരു തർക്കം നടന്നു പോകാറുണ്ട്. അല്ലാഹു അവിടെയും യോജിപ്പ് നൽകട്ടെ. അവിടെ ഒരു അനാവശ്യ വിവാദം വന്നു. വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലത്തെ കുറിച്ച് ഞാൻ അതിന്റെ മസല ചോദിച്ചപ്പോൾ പറഞ്ഞു, പക്ഷേ അത് വിശ്വാസയോഗ്യം ഞാനായതുകൊണ്ട് ചിലർക്ക് അത് പോരാ എന്ന് വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. ചേലക്കാട്ട് കുഞ്ഞാലി മുസ്ലിയാരെ കണ്ട് ചോദിക്കാൻ തീരുമാനിച്ചു. നാദാപുരത്തെ മുദരിസ് കുഞ്ഞാലി മുസ്ലിയാരോട് പോയി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞാലി മുസ്ലിയാരും മസല പറഞ്ഞു. തിരിച്ചു വന്നു. പക്ഷേ ഇന്നും പ്രശ്നം തീർന്നില്ല. എന്തുകൊണ്ട്? കുഞ്ഞാലി മുസ്ലിയാർ ഉള്ളതുപോലെ പറഞ്ഞു. അവിടെ ഒരു പക്ഷത്ത് ഞാനാണെന്ന് അദ്ദേഹം നോക്കിയില്ല. അദ്ദേഹം എന്റെ സംഘടനക്കാരനല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സംഘടനക്കാരനല്ല. അദ്ദേഹം പഠിച്ചതുപോലെ പറഞ്ഞു. ഞാനും അത്രയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് അവിടെ പ്രശ്നം തീർന്നില്ല. എന്തുകൊണ്ട് തീർന്നില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കണം. നേതൃത്വത്തിന്റെ വാശിയല്ലേ പലപ്പോഴും കാരണം. അങ്ങനെ ഒരു വാശിയോടുകൂടെ പോയാൽ നമ്മുടെ സമുദായം എവിടെ എത്തും? നമുക്ക് എന്തുകൊണ്ട് മസ്ലഹത്തായി കൂടാ? എന്തുകൊണ്ട് ഏത് വിഷയവും പറഞ്ഞു തീർത്തുകൂടാ? ഇസ്ലാമിക ശരീഅത്തിൽ നിയമമില്ലാത്ത വല്ല വിഷയവുമുണ്ടോ? അള്ളാന്റെ ദീനിൽ നിയമമില്ലാത്ത വല്ല വിഷയവുമുണ്ടോ? എല്ലാ വിഷയത്തിലും നിയമമില്ലേ സുഹൃത്തുക്കളെ? ഒരു സ്ഥലത്ത് ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാൾ മുദരിസായി സേവനം ചെയ്യുന്നു. അദ്ദേഹം മുദരിസായി അവിടെ തന്നെ വേണോ വേണ്ടേ? അവിടെ നാട്ടുകാർക്കിടയിൽ രണ്ട് ഭിന്നത വരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിന് ഭിന്നിക്കണം? എത്ര മുദരിസമാര് വേറെയുണ്ട്? മറ്റൊരു മുദരിസിനെ ആ മഹല്ലത്തിൽ വെച്ചുകൂടെ? ഈ മുദരിസിന് എത്ര പള്ളി വേറെയുണ്ട്? അവിടെ ദർസ് തുടങ്ങിക്കൂടെ? അതിനുവേണ്ടി ഒരു മഹല്ലത്ത് ഭിന്നിക്കണോ? ചാലപ്പുറത്ത് ഭിന്നത ഉണ്ടായതെങ്ങനെയാണ്? ചാലപ്പുറം എന്ന പ്രദേശം, അവിടെ ഒരേ ആശയക്കാരല്ലേ? ഞങ്ങളെ സംഘടനയുടെ ഒറ്റ കക്ഷിയും അന്ന് അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നുണ്ടായിരിക്കാം. ഞാൻ പറയട്ടെ, അവിടെ അത് അടുപ്പ് കൂട്ടാൻ കല്ല് വെച്ചതുപോലെ രണ്ട് പള്ളി വന്നില്ലേ? ആള് കൂടിയിട്ടുണ്ടാക്കിയ പള്ളിയല്ല, ടൗണിലെ ആളുകളെ സൗകര്യത്തിന് നിർമ്മിച്ചതല്ല. മറിച്ച് രണ്ട് പള്ളി തൊട്ടടുത്ത്, രണ്ട് കൂട്ടരും ഒരേ ആശയക്കാര്. കാരണം എന്തായിരുന്നു? അവിടെ ഇമാമത്ത് നിൽക്കുന്ന മുസ്ലിയാര് മാറണമെന്നൊരു കക്ഷി, മാറരുത് എന്ന് വേറൊരു കക്ഷി. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിയാർക്ക് അങ്ങ് മാറിയാ പോരെ? എന്നാൽ അവിടുത്തെ പ്രശ്നം തീർന്നില്ലേ? അവിടെ എന്തിനിത്ര വലിയ വാശി? അതിന്റെ പേരിൽ ഇന്നും അവിടെ രണ്ട് ജുമാ നടക്കുന്നില്ലേ? ആവശ്യമുണ്ടോ ആ ജുമാ? മുസ്ലിയാർ അവിടുന്ന് പോയിട്ട് കാലം എത്രയായി? അവിടുന്ന് ആ പ്രശ്നവും കഴിഞ്ഞ് മുസ്ലിയാർ രാജിവെച്ച് പോയി കാലം കുറയായി. ജുമാ ഇന്നും രണ്ട് തന്നെയല്ലേ? ഓർക്കാട്ടേരിൽ മുമ്പ് രണ്ട് ജുമാ ഒരു മൈതാനിയിൽ നടന്നിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അവർ യോജിച്ചൊറ്റ ജുമയാക്കി, അൽഹംദുലില്ലാഹ്. അതുപോലെ ചാലപ്പുറത്ത് എന്തുകൊണ്ട് ഇനിയൊരു ജുമയാക്കി കൂടാ? വിവാദമുള്ള മുസ്ലിയാര് പോയില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നാട്ടിന്റെ നേതൃത്വം എന്റെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഇടപെട്ട് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പണ്ഡിതന്മാർക്ക് യോജിച്ചുകൂടാ? എന്തുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഉള്ളതുപോലെ പറഞ്ഞുകൂടാ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയുകയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. എല്ലാവരും ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ? നമ്മളിങ്ങനെ ഓരോ മഹല്ലും ഭിന്നിച്ച് നശിക്കേണ്ടവരാണോ, അല്ല യോജിച്ച് ശക്തിപ്പെടേണ്ടവരാണോ എന്ന് നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? എന്റെ സംഘടനയിൽ പെടാത്തൊരു മുസ്ലിയാര് എന്റെ സ്റ്റേജിലെ ഞാനുള്ള സ്റ്റേജിൽ വരുന്നു, അല്ലെങ്കിൽ എന്റെ സംഘടനയിൽ പെടാത്തൊരു തങ്ങള് വരുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്റ്റേജിലേക്ക് കയറുന്നു. എന്തുകൊണ്ട് സുന്നികളായ പണ്ഡിതന്മാർക്ക് ഒരു സ്റ്റേജിൽ പങ്കെടുത്തുകൂടാ?
എന്തുകൊണ്ട് സുന്നികളായ സയ്യിദന്മാർക്ക് ഒരു സ്റ്റേജിൽ പങ്കെടുത്തുകൂടാ? എന്തിനാണ് സയ്യിദന്മാര് ഭിന്നിക്കുന്നത്? എന്തിനാണ് ആലിമീങ്ങൾ ഭിന്നിക്കുന്നത്? ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരല്ലേ, സയ്യിദന്മാരല്ലേ? ഞങ്ങൾക്കിടയിൽ സംഘടനയിൽ ഭിന്നിപ്പുണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങൾ പള്ളി ഉദ്ഘാടനത്തിനൊന്നായി പങ്കെടുക്കും, നിക്കാഹിനൊന്നായി പങ്കെടുക്കും, പള്ളി തറക്കല്ലിടലിനൊന്നായി പങ്കെടുക്കും, ഒന്നായി പ്രസംഗത്തിന് പങ്കെടുക്കും. മുസ്ലിം ഉമ്മത്തിന് എന്തൊരു സന്തോഷമാണ്. ഞാനെന്റെ മുമ്പിൽ തങ്ങളെ കാണുകയാണ്. നമ്മുടെ ആ ചക്കരപ്പുറത്ത് പള്ളി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല നല്ല ഒരുപാട് കാര്യത്തിന് തങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. തങ്ങളവറുകളും ഞാനും ഒരേ സ്റ്റേജിൽ പങ്കെടുക്കുന്നു, ഒരേ വിഷയത്തിൽ പങ്കെടുക്കുന്നു. എന്തൊരു സന്തോഷമായിരുന്നു ആ സംഘാടകർക്ക്. അങ്ങനെ മുസ്ലിം ഉമ്മത്തിലുള്ള അതുപോലെ തന്നെ അതേ മറ്റ് പണ്ഡിതൻ മുദാക്കര പള്ളി ബഹുമാനപ്പെട്ട നജീബ് മുസ്ലിയാർ, അല്ലാഹു തആല നല്ല ഒരുപാട് കാര്യത്തിന് അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ, നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നജീബ് മുസ്ലിയാരും ഹൈദരലി ശിഹാബ് തങ്ങളും പാവപ്പെട്ട ഞാനും ഒരേ സ്റ്റേജിൽ പങ്കെടുത്തപ്പോ ആ മഹല്ലിലുള്ള ജനങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. ഇതേ ഒരു ചുറ്റുപാട് കേരളം മുഴുക്കെ ഉണ്ടാക്കിക്കൂടെ? അതിനുവേണ്ടി സമൂഹത്തിന് ചിന്തിച്ചുകൂടെ? അതിനുവേണ്ടി നേതാക്കൾക്ക് ചിന്തിച്ചുകൂടെ? അതുകൊണ്ട് നമ്മുടെ സമുദായത്തിന് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? ലാഭമല്ലേ ഉള്ളൂ. കുടുംബങ്ങൾ തമ്മിൽ തെറ്റൂല, അതേ അയൽവാസികൾ തമ്മിൽ തെറ്റൂല, പണ്ഡിതന്മാരൊക്കെ നിന്ന തോന്നൂല, സർവ്വ പണ്ഡിതന്മാരോടും ആദരവ് വരും, മുത്തഅല്ലിമീങ്ങളോട് സ്നേഹം വരും, സയ്യിദന്മാരോട് ആദരവ് വരും. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ രാജ്യത്തൊക്കെയും ഉണ്ടാക്കിക്കൂടെ? അതിനെവിടെയാണ് തടസ്സം? ആരാണ് തടസ്സം? എന്തിനാണ് തടസ്സം എന്ന് നിങ്ങൾ ഓരോരുത്തരും നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കൊന്ന് യോജിച്ചുകൂടെ? അതിനല്ലേ പരിശുദ്ധ ഖുർആൻ യോജിപ്പിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അതിനല്ലേ സഹീഹുൽ ബുഖാരിയിൽ അധ്യായം വന്നത്. അതിനല്ലേ റസൂലുള്ളാഹിന്റെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ഒന്നുകൂടി പറയട്ടെ, വിവാദമുണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ വളരെ മനക്കരുത്തോടെ ചിന്തിക്കണം. ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ഞാൻ മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. എന്നെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇമാമത്ത് നിൽക്കൂ. ഇമാമത്ത് നിൽക്കാൻ ആളെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇവിടത്തെ നിശ്ചയിക്കപ്പെട്ട ഇമാമത്ത് നിൽക്കണം. അദ്ദേഹത്തെ കാണുന്നില്ല എന്ന നിലക്കായിരിക്കാം അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നിന്നില്ല. എന്തുകൊണ്ട് നിന്നില്ല? ഞാൻ അവിടെ നിന്നാൽ അതൊരു വിവാദമാകാൻ സാധ്യതയുണ്ട്. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ഇമാമത്ത് നിന്നില്ല. അദ്ദേഹം നിഷ്കളങ്കമായി ആവശ്യപ്പെട്ടതായിരിക്കും, പക്ഷേ ഞാൻ അതിന് തിരികൊടുത്താൻ പാടില്ലല്ലോ. ഞാൻ അതിന് ഇമാമത്ത് നിന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് ഞാൻ ഓർക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാമത്ത് നിൽക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. അതെന്താണ്? മൂന്നാളുകളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. അവരെ തലയുടെ മേലെ ഒരു ചാണ് സ്വീകരിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ അവരെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. റജുലുൻ നമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. പിന്നിൽ നിൽക്കുന്നവര് വെറുക്കുന്നതോടുകൂടെ ഇമാമത്ത് നിൽക്കുന്നവൻ, പിന്നിൽ നിൽക്കുന്നവർക്ക് അയാൾ ഇമാമത്ത് നിൽക്കുന്നത് ഇഷ്ടമില്ല, അതോടുകൂടെ ഇമാമത്ത് നിൽക്കുന്നവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. അപ്പൊ പിന്നിലുള്ളവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിലേ ഒരാൾ ഇമാമത്ത് നിൽക്കാവൂ. ഒരു മഹല്ലത്തിലുള്ള കുറെ ആളുകൾക്ക് ഇന്ന ഒരാൾ ഇമാമത്ത് നിൽക്കണ്ടെന്ന് തോന്നുമ്പോ വളരെ മാനമായ നിലക്ക് ഇമാമത്ത് നിൽക്കാതെ അങ്ങ് മാറി നിൽക്കണം. അതാണ് ഞാൻ ഇവിടെ ഇന്ന് മാതൃക കാണിച്ചത്. എനിക്കറിയില്ല എന്റെ പിന്നിൽ നിൽക്കുന്നവരാരാണ്, ഞാൻ ഇമാമത്തിന് ഇഷ്ടപ്പെടുന്നവരാണോ ഇഷ്ടപ്പെടാത്തവരാണോ, അതെനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മാനമായി അങ്ങ് മാറി നിന്നു. ഇതുപോലെ അമല് സ്വീകരിക്കപ്പെടാത്ത ഒരു കക്ഷിയാണ് ഭർത്താവിന്റെ വെറുപ്പോടുകൂടെ കിടന്നുറങ്ങുന്ന പെണ്ണ്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ രാപ്പാർക്കുന്ന പെണ്ണ്, അവളെ അമല് അല്ലാഹു സ്വീകരിക്കൂല.
അതുപോലെ ഇസ്ലാമിക സാഹോദര്യം കണക്കിലെടുത്ത് നമ്മൾ തമ്മിൽ തല്ലരുത്, തമ്മിൽ കൊല്ലരുത്, തമ്മിൽ ചീത്ത പറയരുത്, തമ്മിൽ മിണ്ടാതിരിക്കരുത്, തമ്മിൽ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കരുത് എന്ന നിലയ്ക്ക് യോജിച്ച് ജീവിക്കേണ്ട സുന്നത്ത് ജമാഅത്തുകാർ അവര് മിണ്ടാതിരുന്നാൽ അവനുള്ളടുത്ത് ഞാൻ കയറൂല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ അവന് ഞാൻ സലാം പറയൂല എന്ന് പറഞ്ഞാൽ, അവനോട് മിണ്ടൂല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പരസ്പരം പോരടിച്ച് ജീവിക്കുന്നവന്റെ അമല് അല്ലാഹ് സ്വീകരിക്കൂല. അതേ സമയത്ത് ഫത്ഹുൽ മുഈൻ ഓതിയവർക്കറിയാം, കള്ള് കുടിച്ച് പരസ്യമായി കള്ള് കുടിക്കുന്നവൻ, പരസ്യമായി വ്യഭിചരിക്കുന്നവൻ, നിസ്കാരം കൈയൊഴിക്കുന്നവൻ, അള്ളാന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറയുന്നവൻ, അള്ളാഹ്ക്ക് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവൻ, അതാ ഇമാമിങ്ങളൊക്കെ തവസ്സുലും ഇസ്തിഗാസയും ചെയ്തതുകൊണ്ട് മുശ്രിക്കുകളാണെന്ന് പറയുന്നവൻ, മങ്കൂസ് മൗലിദ് ഓതിയ ഉപ്പാപ്പ കാഫിറാണെന്ന് പറയുന്നവൻ, അത്തരം ആളുകൾക്ക് സലാം പറയേണ്ടതില്ല, സലാം മടക്കേണ്ടതില്ല, അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടതില്ല. അതൊക്കെ ഫത്ഹുൽ മുഈൻ അടക്കം സർവ്വ കിതാബുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിയമമാണ്. നിയമം നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാന്റെ നിയമം നമുക്ക് മറികടക്കാൻ നിവൃത്തിയില്ല. എന്റെ ഉമ്മ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ എന്റെ സന്തോഷം പറയണോ? പക്ഷേ ഇമാമത്ത് നിർത്താൻ പറ്റൂല. ഇമാമത്ത് നിർത്താൻ പറ്റില്ല. കാരണം ഇസ്ലാമിന്റെ നിയമമാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല. അതിന്റെ ഉമ്മാനോട് എനിക്ക് വെറുപ്പുണ്ടായിട്ടല്ല, അത് നിയമമാണ്. നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ പോകും? സുഹൃത്തുക്കൾ, എന്റെ ഭാര്യയും ഞാനും വലിയ സ്നേഹമാണ്. പക്ഷേ അവൾക്ക് എന്നെ തുടരാം, എനിക്ക് അവളെ തുടർന്നുകൂടാ. അത് നിയമമാണ്. നിയമത്തിന്റെ റൂട്ടിൽ പോകും. അത് തമ്മിൽ തെറ്റലല്ല, ഭിന്നിക്കലല്ല. എന്തേ അവളെ തുടർന്നാൽ ആരും ചോദിക്കരുത്. അത് നിയമമാണ്. നിയമത്തിന്റെ റൂട്ടിലങ്ങ് പോകും. അത് നിയമമായി തന്നെ പറയുന്നു. അവിടെ അള്ളാഹുവിന്റെ ദീന് മറച്ചു വെക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം നമ്മുടെ പ്രസംഗം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അല്ല. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും. സർവ്വ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല മോനെ. എല്ലാവരും നിന്നെ തൃപ്തിപ്പെടുക എന്നത് ഉണ്ടാകൂല മോനെ. ഫാസിലിഹി മാ ബൈനക വ ബൈനല്ലാഹ്. നിന്റെയും അല്ലാഹുവിന്റെയും ഇടയ്ക്കുള്ള കാര്യം നീ നന്നാക്കി വെക്കണം. നിനക്ക് വെള്ളം തരുന്നത് അല്ലാഹുവാണ്, ഭക്ഷണം തരുന്നത് അല്ലാഹുവാണ്, നിനക്ക് ഓക്സിജൻ തരുന്നത് അല്ലാഹുവാണ്, ആരോഗ്യം തരുന്നവൻ അല്ലാഹുവാണ്, നിനക്ക് ശരീരവും ആത്മാവും തരുന്നവൻ അല്ലാഹുവാണ്, ദുനിയാവും ആഖിറവും തരുന്നവൻ അല്ലാഹുവാണ്. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, തടയാൻ അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിന്റെയും നിന്റെയും ഇടയിൽ നീ ക്ലിയറാക്കി വെച്ചോ. തുമ്മലാ തുബാലി ബിന്നാസ്. പിന്നെ ജനങ്ങളൊക്കെ നിന്നെ പുകഴ്ത്തി പറഞ്ഞാൽ നീ പൊങ്ങിപ്പോകണ്ട. നീ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടുവെന്ന് നിനക്ക് ബോധ്യപ്പെടണമെങ്കിൽ സ്വർഗത്തിൽ 2 കാലും എടുത്തു വെക്കണം. അതുവരെ ജനങ്ങൾ പുകഴ്ത്തുന്നത് കണ്ട് നീ പെട്ടുപോകണ്ട. ജനങ്ങൾ കൈപിടിക്കുന്നത് കണ്ട് പെട്ടുപോകണ്ട. കൈപിടിച്ച് മണക്കുന്നത് കണ്ട് പെട്ടുപോകണ്ട. ജനങ്ങൾ നിന്നെ മദ്ഹ് പറയുന്നത് കൊണ്ട് നീ പെട്ടുപോകണ്ട. ജനങ്ങൾ കുറെ നിന്നെ കുറ്റം പറയുമ്പോൾ അതിന് നിനക്ക് മനക്ലേശം വേണ്ട. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, തടയുന്ന രാജാവ് ഒന്നേ ഉള്ളൂ. അവന്റെ അധികാരത്തെ മറികടക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് നീ അള്ളാഹുവിന്റെയും നിന്റെയും ഇടയിലുള്ള വിഷയം നന്നാക്കി വെച്ചോ. പിന്നെ നീ ജനങ്ങളെ പരിഗണിക്കണ്ട. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഖൈറുകളൊക്കെയും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ശർറുകളിൽ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് നമ്മൾ ജീവിക്കണം. അൽഹംദുലില്ലാഹ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിക്കപ്പെട്ടപ്പോ ഒരൊറ്റ ദുആ, വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. എന്റെ ഈ മകളെ, ഞാൻ മകളുടെ കുട്ടിയെയും ശൈത്താനിൽ നിന്ന് കാവലാക്കുന്നു അല്ലാഹുവിനെ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കണം,
മഹാനായ മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ അള്ളാഹു അതിനുത്തരം ചെയ്തു. തഫ്സീറുൽ ജലാലീനി ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, പ്രാർത്ഥിച്ചത് പിന്നെയാണ്, ഉത്തരം കൊടുത്തത് ആദ്യമാണ്. എങ്ങനെ? മറിയം ബീവിയെ പ്രസവിക്കപ്പെട്ടപ്പോൾ ശൈത്താൻ കുത്തിയില്ല. സാധാരണ ഏത് പെണ്ണിനെയും ഏതാണിനെയും പ്രസവിക്കുമ്പോൾ ശൈത്താൻ കുത്തുകുത്തും. അതുകൊണ്ടാണ് ഏത് കുട്ടികളും കരയുന്നത്. ശൈത്താന്റെ കുത്ത് കിട്ടിയില്ല, പ്രസവിച്ച ഉടനെ കരച്ചില്ല. എന്നാൽ ആ കുത്ത് മറിയം ബീവിക്ക് കിട്ടിയില്ല. കാരണം ഉമ്മ ദ്വാരുന്നു. എപ്പ ദ്വാരുന്നു? പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ദ്വാക്ക് ആദ്യം തന്നെ ഉത്തരം കിട്ടി. എങ്ങനെ? അതിന് കിയൻ ഉസ്താദിനൊരു വിശദീകരണം. എങ്ങനെ വിശദീകരണം? കിയൻ ഉസ്താദിന്റെ വിശദീകരണം അതിനിങ്ങനെ: ഒരു കുട്ടി രാവിലെ സ്കൂളിൽ പോയി, ഉച്ചക്ക് വരുമ്പോ കഞ്ഞി അല്ലെങ്കിൽ ചായ എന്തെങ്കിലും അല്ലെങ്കിൽ ഊണ് കൊടുക്കാൻ വേണ്ടി കുട്ടി വന്ന ഉടനെ പറയും വിശക്കുന്നെന്ന് പറയും. വിശക്കുന്നത് പറയൂന്നല്ലോ ഉമ്മാക്കറിയാം. അതുകൊണ്ട് ഉമ്മ എന്ത് ചെയ്തു? വിശക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു. മകൻ വന്ന ഉടനെ പറയൂന്ന് ഉറപ്പായത് ഭക്ഷണത്തിന് വിശക്കുന്നു എന്ന് പറയൂ. ആദ്യം തന്നെ ഉത്തരം ചെയ്തു. പറയുന്നത് ഉച്ചക്കാ, ഉണ്ടാക്കൽ 10 മണിക്കാ. ഇങ്ങനല്ലേ? അങ്ങനെ കുട്ടി പറയൂന്ന് തിരിഞ്ഞുകൊണ്ടാണ്. നേരത്തെ തന്നെ മനസ്സിലായി ആർക്കും, ഉമ്മാക്ക്. ഇതുപോലെ അള്ളാഹുവിന് നേരത്തെ അറിയാം ഹന്നത്ത് ബീവി ഇങ്ങനെ ഒരു ദുആ നടത്താൻ പോകുന്നുണ്ട്, മറിയം ബീവിന്റെ ഉമ്മ. അതുകൊണ്ട് ആദ്യം തന്നെ അള്ളാഹു പിശാചിനെ കൊണ്ട് കുത്തിച്ചില്ല. ദ്വാരന്ന് പിന്നെയാണ് ഉത്തരം കിട്ടിയ, മുന്നെയാണ്. എന്റെ അറിവനുസരിച്ച് മസ്ലഹത്ത് വേണമെന്ന് ദുആ ചെയ്യുകയും അതിനിവിടെ പ്രസംഗിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു. ഹന്നത്ത് ബീവിക്ക് ഉത്തരം കിട്ടിയതുപോലെ അള്ളാഹ് നമുക്ക് ഉത്തരം കിട്ടിയെന്നാണ് എന്റെ അറിവ്. അല്ലാഹു ജല്ല ജലാലു ഈ രാജ്യത്ത് എന്നും മസ്ലഹത്ത് നിലനിർത്തി തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഖൽബ് നന്നായാൽ നന്നാകും. വെറും നാവ് നന്നായത് കൊണ്ട് നന്നാകൂല. അല്ലാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്, നാവിലേക്കല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ മസ്ലഹത്ത് നിലനിൽക്കണം. അതിന് നിങ്ങൾ എല്ലാവരും ഖൽബും ഒന്നാകണം. അതിന് പൊട്ടിക്കാൻ ആരെയും നിങ്ങൾ അനുവദിക്കരുത്, ഒരിക്കലും പൊട്ടരുത്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു എടുത്ത ഖബർ സന്തോഷത്തിലാക്കട്ടെ. മകന് അള്ളാഹു തആല നല്ല നേതൃത്വത്തിന് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഈ ഇരിക്കുന്ന തങ്ങൾ വലിയ സയ്യിദാണ്. അള്ളാഹു അവർക്കും നേതൃത്വത്തിന് തൗഫീഖ് നൽകട്ടെ. സയ്യിദന്മാർ ഈ രാജ്യത്തു നാട്ടിലുണ്ട്, ഇവിടെ പണ്ഡിതന്മാർ ഈ നാട്ടിലുണ്ട്, എല്ലാ സംഘടനയിലും പെട്ടവരുണ്ട്. പണ്ഡിതന്മാരും സയ്യിദന്മാരും ഈ നാട്ടിന് നേതൃത്വം നൽകണം. അവരുടെ നേതൃത്വത്തിന് കീഴിൽ ജനങ്ങൾ ഒന്നിക്കണം. അവരെന്ന് മസ്ലഹത്തിന് വേണ്ടി ഖൽബ് തുറന്നാൽ ഈ പ്രദേശത്ത് ഖിയാമത്ത് നാൾ വരെ പിന്നെ മസ്ലഹത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടി വരില്ല. മഫ്സദത്ത് സംഭവിക്കൂല. ആശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകാം. അല്പം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം. ആശയങ്ങൾ ഉണ്ടാകാം. ഒരു മനുഷ്യൻ എന്തുണ്ടും മസ്ലഹത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ആ ആശയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നയത്തിലുള്ള വിട്ടുവീഴ്ച. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു. ഒരാൾ മൈക്ക് വെച്ചുകൊണ്ട് ഒരാൾ ഖുതുബ ഓതി. ഈ പറയുന്ന എനിക്കൊരു പ്രശ്നവുമില്ല. മൈക്ക് വെക്കാതെ ഖുതുബ ഓതി, എനിക്ക് അതിനും പ്രശ്നമില്ല. രണ്ടും ജായിസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ വിഷയത്തിൽ കടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ മൈക്ക് വെച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നും വരാനില്ല. മൈക്ക് വെച്ചാലും സഹിഹാണ്, ഇല്ലെങ്കിലും സഹിഹാണ്. പക്ഷേ മൈക്ക് വെച്ചാലേ പറ്റുള്ളൂ എന്നാർക്കും വാശിക്ക് അവകാശമില്ലല്ലോ. അതുപോലെ തന്നെ മൈക്ക് വെച്ചില്ലെങ്കിൽ ഖുതുബക്ക് തകരാറില്ലെന്ന് രണ്ടു കൂട്ടരും പറയുന്നുണ്ടല്ലോ. അത് രണ്ടാളും അങ്ങ് യോജിച്ച് തീരുമാനിച്ചാൽ ഇവിടെ പ്രശ്നത്തിന് കാരണമില്ലല്ലോ. ഇമാമത്ത് സുന്നിയായ ഏത് പണ്ഡിതനും ഇമാമത്ത് നിൽക്കാമല്ലോ. അത് ഇന്നാളെ തന്നെ വേണമെന്നൊരു കിതാബിലും പറഞ്ഞിട്ടില്ലല്ലോ. അതിന് പ്രത്യേകം ആശയം ഇല്ലല്ലോ. അപ്പൊ ആശയപരമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നയപരമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്താൽ തന്നെ ഏത് പ്രദേശത്തും മസ്ലഹത്തുണ്ടാക്കാൻ കഴിയുമെന്നാണ് എന്റെ വിനീതമായ കാഴ്ചപ്പാട്. അതേസമയത്ത് ഒരു സംഘടനക്കാരൻ നിർമ്മിച്ച പള്ളിയിൽ മറ്റൊരുത്തന്റെ ആശയം കൊണ്ടുപോയി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അതുപോലെ ഒരാശയക്കാരൻ നിർമ്മിച്ച പള്ളിയിൽ മറ്റൊരാളെ ആശയം കൊണ്ടുപോയി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അത് നമ്മൾ ആലോചിക്കണം. അത് കയ്യേറ്റമാണ്, അത് പാടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സുന്നത്ത് ജമാഅത്തിന്റെ അച്ചടക്കം ഇന്ന് വരെ ഒരു മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ നിർമ്മിച്ച ഒരൊറ്റ പള്ളി സുന്നി കയ്യേറിയിട്ടില്ല. ഒരു മദ്രസ കയ്യേറിയിട്ടില്ല. ഒരു സുന്നിയും കയ്യേറിയിട്ടില്ല. അത് സംസ്ഥാനയിലുള്ളവരാകട്ടെ, 2
രണ്ട് സമസ്തയിലുള്ളവരാകട്ടെ നമ്മളെ നേതാക്കളായ പണ്ഡിതന്മാർ അതിന് നേതൃത്വം കൊടുത്തിട്ടില്ല. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നിർമ്മിച്ച കോഴിക്കോട് പള്ളി, ബാഫഖി തങ്ങളടക്കമുള്ള നേതാക്കന്മാര് നിർമ്മിച്ച പള്ളി അവർ കയ്യേറിയിട്ടുണ്ട്. മഹാനായ ശാദുലി തങ്ങളുടെ പേരിലുള്ള ശാദുലി പള്ളി അവർ കയ്യേറിയിട്ടുണ്ട്. എന്തിനതേ കല്ലാച്ചി ടൗണിൽ പോലും സുന്നികളാൽ നിർമ്മിക്കപ്പെട്ട പള്ളി അവർ കയ്യേറിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ നമ്മുടേത് കയ്യേറലല്ലാതെ ഇന്ന് വരെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ ഒരു സ്ഥാപനം സുന്നികൾ കയ്യേറിയിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരട്ടെ. ഒരു സമസ്തക്കാരനും കയ്യേറിയിട്ടില്ല, ഒരു സംസ്ഥാനക്കാരനും കയ്യേറിയിട്ടില്ല. ഞാനിപ്പോൾ സുന്നിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, എന്റെ സംഘടനയുടെ മാത്രം പക്ഷത്ത് നിന്നുകൊണ്ടല്ല. അതേ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ, നമ്മുടെ പള്ളികൾ പലരും കയ്യേറിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രത്യേക സംഘടനക്കാർ ഒരു പള്ളിയോ മദ്രസയോ സ്ഥാപിച്ചാൽ അത് അവർ കൈകാര്യം ചെയ്യട്ടെ. അവിടെ മറ്റൊരു കൂട്ടര് കയറി പ്രശ്നമുണ്ടാക്കുന്നത് ശരിയല്ല. അതുപോലെ ഒരു കക്ഷി ഒരു സ്ഥാപനം നിർമ്മിക്കുമ്പോൾ അതിന്റെ തടസ്സവാദവുമായി ഒരു മുസ്ലിം രംഗത്ത് വരുന്നത് ഇസ്ലാമിന്റെ സംസ്കാരത്തോട് യോജിച്ചതല്ല. പള്ളി നിർമ്മിക്കുമ്പോൾ എതിർക്കൽ മുസ്ലിമിന് പറ്റിയതല്ല. മദ്രസ നിർമ്മിക്കുമ്പോൾ എതിർക്കുന്നത് മുസ്ലിമിന്റെ സംസ്കാരമല്ല, ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഈ ബോധവും മുസ്ലിം ഉമ്മത്തിനുണ്ടായിരിക്കണം. അതേ മദ്രസകൾ പെരുകിയത് കൊണ്ട് ഇവിടെ ഒന്നും വരാനില്ല, പള്ളി വർദ്ധിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും വരാനില്ല, അതുപോലെ തന്നെ സ്ഥാപനം വർദ്ധിച്ചുകൊണ്ടൊന്നും വരാനില്ല. ഒരു കാലത്ത് എല്ലാവരും യോജിച്ചാൽ എല്ലാവർക്കും എല്ലാം ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ ഒന്നും ഇവിടെ വരാനില്ല. ഇനിയൊരു കാര്യം പറയട്ടെ, നിങ്ങളെ കുടുംബ ജീവിതത്തിൽ നിങ്ങളിത് പാലിക്കുന്നുണ്ട്. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് കുറെ മക്കളുണ്ടെങ്കിൽ ഒരു മകൻ ആവശ്യം പൊന്നു കച്ചവടം, വേറൊരു മകൻ ആവശ്യം വെള്ളിക്കച്ചവടം, വേറൊരു മകൻ ആവശ്യം തുണിക്കച്ചവടം. അതേ ഇവർ തമ്മിൽ തുണിക്കച്ചവടമാണ് നല്ലതെന്നൊരാള്, പൊന്നു കച്ചവടമാണ് നല്ലതെന്നൊരാള്, അല്ല മീൻ കച്ചവടമാണ് നല്ലതെന്നൊരാള്. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പൊന്നു കച്ചവടക്കാരൻ പൊന്നു കച്ചവടം ചെയ്യട്ടെ, വെള്ളിക്കച്ചവടക്കാരൻ അതും ചെയ്യട്ടെ, മീൻ കച്ചവടക്കാരൻ അതും ചെയ്യട്ടെ, ഇഷ്ടമുള്ളതിൽ ചേർന്നോളൂ. പക്ഷേ ഒരാളും പരസ്പരം ആക്രമിക്കേണ്ടതില്ല, പരസ്പരം കുറ്റം പറയേണ്ടതില്ല. ഹലാലല്ലേ, കുറ്റം പറയേണ്ടതില്ല. ഇനി ഒരു കാര്യം കൂടി പറയുന്നു, ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ നേതൃത്വം പക്ഷം ചേർന്നാലോ, അതെ ഒരു വീട്ടിൽ അതാ 4 മക്കളുണ്ട്, ആ 4 മക്കളും കല്യാണം കഴിച്ചു വന്നു. ബാപ്പ പക്ഷം ചേർന്നാലോ, ബാപ്പ പക്ഷം ചേർന്നാൽ മക്കൾ തമ്മിലുള്ള അടി തീരുമോ? കുടുംബത്തിന്റെ ഭദ്രത നിലനിൽക്കുമോ? ഇതുപോലെ ഏത് പ്രദേശത്തും മഹല്ല് കമ്മിറ്റികൾ നിഷ്പക്ഷമാകണം. മഹല്ല് കമ്മിറ്റികൾ നിഷ്പക്ഷമാകണം. അവിടെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. സുന്നികളാൽ സ്ഥാപിക്കപ്പെട്ട സുന്നി പള്ളികൾ, അവിടെയുള്ള എല്ലാ സുന്നികളെയും ഉൾക്കൊള്ളാൻ മഹല്ല് കമ്മിറ്റികൾക്ക് കഴിയണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, എല്ലാവരെയും പരിഗണിക്കണം. എങ്കിൽ ഒരു മഹല്ലിലും പിന്നെ പ്രശ്നമില്ല കേട്ടോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതേ സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ 2 കക്ഷികൾ, ഇദാ സലഹാ സലഹന്നാസ് കുല്ലുഹും, എല്ലാവരും അവര് നന്നായാ നന്നായി, വൈദാ ഫസദാ ഫസദന്നാസ് കുല്ലുഹും, അവര് നാശമായാൽ എല്ലാവരും നാശമായി. അൽഉലമാ വൽഉമറാ, അത് ആലിമീങ്ങളും നേതാക്കളുമാണ്. ആലിമീങ്ങൾ പരസ്പരം സഹിക്കാൻ വളരുക, പരസ്പരം പൊറുക്കാൻ വളരുക, ക്ഷമിക്കാൻ വളരുക. എന്റെ സംഘടന പോലെ മറ്റേ സംഘടനയും പ്രവർത്തിക്കണമെന്ന് തന്നെ ചിന്തിക്കുക. ഒരുത്തനും മറ്റൊരുത്തന്റെ പോസ്റ്റർ പറിക്കേണ്ടതില്ല, ഒരുത്തനും മറ്റൊരുത്തന്റെ ബാനർ കീറേണ്ടതില്ല, ഒരുത്തനും മറ്റൊരുത്തന്റെ സ്റ്റേജിലേക്ക് കല്ലെറിയേണ്ടതില്ല, ഒരാളും മറ്റൊരു പണ്ഡിതനെ നിന്ദിക്കേണ്ടതില്ല, ഒരാളും മറ്റൊരാളെ കുറ്റം പറയാൻ വേണ്ടി നടക്കേണ്ടതില്ല. ദീനീ ആശയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് പണ്ഡിതന്മാരുടെ കർത്തവ്യം. അതുപോലെ നേതാക്കൾ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട എല്ലാ സംഘടനകളും
മഹല്ലകൾക്കും പ്രാതിനിധ്യം നൽകുക, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ ഒരു മഹല്ലിലും ഭിന്നത ഉണ്ടാകൂല. ആ മഹല്ലിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കും. അങ്ങനൊരു ചുറ്റുപാട് കേരളത്തിലെ, കർണാടകയിലെ, മറ്റ് രാജ്യങ്ങളിലെ, നാടുകളിലെ, സ്റ്റേറ്റുകളിലെ എല്ലാ മഹല്ലത്തുകളിലും അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാം അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ഇവിടെ അല്ലാഹു മസ്ലഹത്ത് തരണം. അതുപോലെ എല്ലാ നാടുകളിലും അല്ലാഹു മസ്ലഹത്ത് തരണം. അതിനുവേണ്ടി നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. സ്ഥാനമാനങ്ങൾ അതിന് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് ആഖിറത്തിലെ ജീവിതത്തിന് മാത്രമാണ്. ഈ ബോധം നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, ഇവിടുത്തെ ജീവിതം അത് നിലനിൽക്കുന്ന ജീവിതമല്ല. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പണ്ഡിതൻ അഹങ്കരിക്കണ്ട, പണ്ഡിതൻ അഹങ്കരിക്കണ്ട. ഒരു പക്ഷേ സാധാരണക്കാർ വല്ല തെറ്റും ചെയ്തു പോയെങ്കിൽ, അവരറിവില്ലാത്തത് കൊണ്ട് ചെയ്തു പോയ തെറ്റായതുകൊണ്ട് അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുകയും, പണ്ഡിതൻ അറിവോടുകൂടെ ചെയ്ത തെറ്റായതുകൊണ്ട് അല്ലാഹു മാപ്പ് തരാതിരിക്കുകയും ചെയ്തെങ്കിലോ, അങ്ങനെയാണ് പണ്ഡിതൻ ചിന്തിക്കേണ്ടത്. ഞാൻ ആരെയും ഉപദേശിക്കാൻ അർഹനല്ല. എന്നെ നിങ്ങളെല്ലാം ഉപദേശിക്കേണ്ട ഒരു പാപിയാണ്. അല്ലാഹു സാധുവായ എനിക്ക് മാപ്പ് നൽകട്ടെ. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല. അല്ലാഹു നിർബന്ധമാക്കിയതൊന്നും ഒഴിഞ്ഞുപോയിട്ടില്ലെന്നോ അല്ലാഹു സുന്നത്താക്കിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നോ പറയാൻ എനിക്ക് ധൈര്യമില്ല. ഒരു ഹറാമും കറാഹത്തും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മാപ്പ് തരണം റഹ്മാനേ. അതേ സമയത്ത് എനിക്ക് എന്റെ മനസ്സിലൊരു മനസാക്ഷിക്കുത്തില്ലാത്തൊരു വിഷയമുണ്ട്. എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് ഞാൻ ഉണർത്തിയിട്ടുണ്ട്. ഒരിക്കലും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ ഞാൻ അനുകൂലിച്ചൊരിക്കലും സംസാരിച്ചിട്ടില്ല. ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഒന്ന് തെറ്റാണെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ മനഃപൂർവ്വം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉണർത്തുകയാണ്, എനിക്ക് ഞാൻ പഠിച്ച ദീൻ പറയുമ്പോൾ ഞാനത് പക്ഷം ചേർന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും തന്നെ പറയാറില്ല. അത് എനിക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാനൊരു സംശുദ്ധനാണെന്നോ തെറ്റില്ലാത്തവനാണെന്നോ പറയാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് എനിക്ക് അല്ലാഹു മാപ്പ് തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ ആയുസ് എത്രയാണെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. പടച്ച റബ്ബ് നിശ്ചയിച്ച സമയത്ത് മരണപ്പെടും. ഈ അടുത്തിവിടെ ഒരാൾ മരണപ്പെട്ടത് വളരെ പെട്ടെന്നല്ലേ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഒരു ചെറിയ ചെറുപ്പക്കാരൻ കുട്ടി മരണപ്പെട്ടത് ചെറിയ പ്രായത്തിലല്ലേ. ആർക്കാണ് പറയാൻ കഴിയുന്നത് മരണത്തിന്റെ സമയം? ഏത് സമയത്തും മരണം സംഭവിച്ചുകൂടെ? ആ മരിക്കുന്ന സമയത്ത് ഈമാനിന്റെ വെളിച്ചത്തോടെ ഒന്ന് മരിച്ചു കിട്ടണ്ടേ സുഹൃത്തുക്കളെ? സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഈ കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയണ്ടേ മുഅ്മിനീങ്ങളെ? അധികാരത്തിന്റെ കടിപിടികൾ, സ്ഥാനമാനത്തിന്റെ കടിപിടികൾ കൊണ്ട് വലിയവസമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മളെ ഈമാനൊന്ന് രക്ഷപ്പെടുത്തണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മളെ ആഖിറത്തെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, മസ്ലഹത്തിന് ശ്രമിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞ ഉടനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെയാണല്ലോ പറയുന്നത്. വമൻ യുസാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. നമ്മുടെ മുൻഗാമികളെ പിന്തുടരാതെ ജീവിച്ചാൽ അവൻ അല്ലാഹു നരകത്തിൽ കടത്തുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇതുപോലെ മുഅ്മിനീങ്ങൾ തമ്മിൽ രണ്ട് ഭിന്നത വന്നാൽ ഫാസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ
നിങ്ങൾ മസ്ലഹത്താക്കണേ. എന്നിട്ട് ഒരു കക്ഷി മറ്റൊരു കക്ഷിയോട് അക്രമം ചെയ്താലോ, മസ്ലഹത്താക്കുമ്പോ ഒരു കൂട്ടർ മസ്ലഹത്തിനില്ലെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മസ്ലഹത്തിൽ നിന്ന് തെറ്റിയാലോ, മസ്ലഹത്തിൽ നിന്ന് തെറ്റുന്നവരോട് എല്ലാവരും ഒരുമിച്ച് യുദ്ധം ചെയ്യണം, ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ എതിർക്കണം എന്ന് ഖുർആൻ പറയുന്നു. പടച്ചവന്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നത് വരെ ആദ്യം മസ്ലഹത്തിന് വേണ്ടി നിഷ്പക്ഷമായി നിന്നവർ മസ്ലഹത്ത് പൊട്ടിക്കുന്നവർക്കെതിരെ നീങ്ങണമെന്ന് ഖുർആൻ പറയുന്നു. ഫൈൻ ഫാഅത്ത്, എന്നിട്ട് അവരും കൂടി മസ്ലഹത്തിന്റെ വഴിയിലേക്ക് വന്നാൽ ഫഅസ്ലിഹു ബൈനഹുമാ ബിൽഅദ്ൽ, പിന്നെയും നിങ്ങൾ നീതിപൂർവ്വം മസ്ലഹത്താക്കണം, മസ്ലഹത്ത് വിടരുത്. വഖ്സിതു, നിങ്ങൾ നീതി കാണിക്കണേ, പക്ഷം ചേരരുതേ. മസ്ലഹത്തുകാരെ, മധ്യസ്ഥന്മാരെ, നേതാക്കളെ, നിങ്ങൾ നീതി കാണിക്കണേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹ് നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഈമാനുള്ളവരെല്ലാം സഹോദരന്മാരാണ്, സഹോദരന്മാര് ജട്ടാനുജന്മാരാണ്. ഫാസിലിഹു ബൈന അഖവൈക്കും, നിങ്ങളെ സഹോദരന്മാർക്കിടയിൽ ചെറിയ ചില്ലറ ഭിന്നത വരുമ്പോ നിങ്ങൾ മസ്ലഹത്താക്കണേ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ലഅല്ലക്കും തുർഹമൂൻ, പടച്ചവന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചേക്കും. ഇനി നിങ്ങൾ തമ്മിൽ തെറ്റിപ്പോകരുത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരാളും മറ്റൊരാളെ പരിഹസിക്കരുതേ. പരിഹസിക്കപ്പെടുന്നവന് പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായിരിക്കും. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ ഒരിക്കലും തന്നെ ഒരാൾ മറ്റൊരാളെ കുറവാക്കി സംസാരിക്കരുതേ, ഐബാക്കി സംസാരിക്കരുതേ. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ തിരിപ്പേര് വെച്ച് വിളിക്കരുതേ. കുഴപ്പക്കാരനെന്നോ ഫസാദുകാരനെന്നോ ഫിത്നക്കാരനെന്നോ ഭിന്നിപ്പുകാരനെന്നോ നിങ്ങൾ വിളിക്കരുതേ. ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാനിന്റെ ശേഷം അത്തരം വിളിയൊക്കെ അത് വളരെ മോശമായ വിളിയും പേരുമാണ് കേട്ടോ. യാ അയ്യുഹല്ലദീന വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അതേ തെറ്റുകൾ വന്നുപോയവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അങ്ങനെ മടങ്ങുന്നില്ലെങ്കിൽ അവൻ അക്രമികളിൽപ്പെട്ടവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി, നിങ്ങൾ ധാരണയൊക്കെ കൈയൊഴിക്കണേ. ഇന്ന ബഅദല്ലന്നി, നിങ്ങൾ പലരെ പറ്റിയും ധരിച്ചു വെക്കുന്നത് ശരിയല്ല, അത് തെറ്റായ ധാരണകളാണ്. വലാ തജസ്സസൂ, നിങ്ങൾ ചുഴന്ന് അന്വേഷിക്കാൻ പോകരുതേ, ചുഴന്നന്വേഷിക്കാൻ പോകരുത്. ഒരാൾ സംസം വെള്ളം കൊണ്ടുവന്നാൽ അത് എവിടെ നിന്ന് കിട്ടി, എവിടെ മോട്ടർ, എവിടെ കിണർ എന്നും ചോദിക്കേണ്ട, ഇഷ്ടമുള്ള സ്വീകരിച്ചാൽ മതി. നിങ്ങൾ ചുഴന്നന്വേഷിക്കാൻ പോകരുത്. ഈ ആയത്ത് ഗസാലിമാമ ഉദ്ധരിച്ച് എവിടെയെന്നറിയോ? ഉച്ച സമയത്ത് ഒരുത്തൻ കള്ളുടിക്കുന്നത് കണ്ടു. ഉച്ച സമയത്ത് കള്ളുടിക്കുന്നത് ശരിക്ക് കണ്ടു. ആ മനുഷ്യൻ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു കുപ്പിയും കുപ്പായത്തുള്ളിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോ ഷെഡോ കള്ളുടിക്കരുത് എന്ന് അവനെ ഉപദേശിച്ചപ്പോ ഇയാൾ ഉസ്താദേ, ഇത് കള്ളല്ല, ഇത് സുർക്കിയാണ്, അല്ലെങ്കിൽ ഇത് പച്ചവെള്ളാണ്. എന്നാൽ കൊണ്ടുപോവാ, ഞാനതൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഗസാലിമാമ റളിയല്ലാഹു അൻഹു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയരുത്, അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയരുത്. അത് വലാ തജസ്സസു എന്ന ആയത്തിനെതിരാണ്. മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിക്കരുത്. നേരത്തെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് ഇനിയും അയാൾ തെറ്റ് ചെയ്തു കൊള്ളണമെന്നില്ല. അപ്പൊ കള്ളും കുപ്പിയും എടുത്ത് കുടിക്കുന്നത് കണ്ടവനെ പോലും അതൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയാൻ പാടില്ല എന്നതിന് ഈ ആയത്ത് ഖുർആൻ ഉദ്ധരിക്കുന്ന ഇമാം ഗസാലി. പക്ഷെ ആലിമീങ്ങൾ ഇൽമു തുറന്ന് പറയാത്തത് കൊണ്ട് പലരും പലതിനും ഇറങ്ങി പുറപ്പെടുകയാണ്. നാടുകൾ പലതും കുട്ടിച്ചോറാവുകയാണ്. ആലിമീങ്ങൾ ഇൽമു മറച്ചു വെക്കരുത്, അവര് തുറന്ന് പറയണം ഇൽമു. സുഹൃത്തുക്കളെ, ആക്ഷേപം വേണ്ട, ഇൽമു പറയണം. ഇനിയും കണ്ടോ, വലായത്തബഅദുകും ബഅദാ, ഒരാളും ഇഷ്ടപ്പെടാത്തത് പറയരുതേ. തെറ്റ് ചെയ്താൽ തന്നെ
ഒരാൾ കള്ളു കുടിക്കുന്നത് കണ്ടാൽ തന്നെ അവൻ കള്ളു കുടിക്കുന്നു എന്ന് വേറൊരുത്തനോട് പറയാൻ എന്നെയും നിന്നെയും ഏൽപ്പിച്ചിട്ടില്ല. അവനെ സ്വകാര്യം വിളിച്ച് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുകയല്ലാതെ അവൻ കള്ളു കുടിക്കുന്നു എന്ന് പുറത്തുപോയി പറയാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നീ എങ്ങനെ അവൻ പൊരുത്തപ്പെടാത്തത് പറഞ്ഞാൽ 30 വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ഗസാലി തങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നു. അപ്പൊ ഗീബത്ത് പറഞ്ഞവൻ വ്യഭിചാര കുറ്റം ചെയ്തവനേക്കാൾ പിഴച്ചുപോയി. അതുകൊണ്ട് ആലിമീങ്ങൾ സ്റ്റേജും കയറി ഗീബത്ത് പറയരുത്. ഒരു പണ്ഡിതനെയും പറയരുത്, സാധാരണക്കാരനെയും പറയരുത്. അത് ഖുർആനാണ്. വലാ യഗ്തബ് ബഅദുകും ബഅദാ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന യുഹിബ്ബു അഹദുകും മയകുല ലഹമ അഖീഹി മൈത്താ. ശവം തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ശവം ഹറാമല്ലേ, നജസല്ലേ? അതുപോലെയല്ലേ ഒരു പണ്ഡിതൻ വേറൊരു പണ്ഡിതനെ ഗീബത്ത് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞാൽ അറുക്കാത്തത് തിന്നുകയല്ലേ? അതുകൊണ്ട് ഒരാളെയും കുറ്റം പറയരുത്, അതേ ഗീബത്ത് പറയരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹ് തൗബ സ്വീകരിക്കുന്നവനും റഹ്മത്തുള്ളവനുമാണ്. പടച്ച റബ്ബേ, ഞങ്ങളെ തെറ്റുകൾക്ക് നീ മാപ്പ് തരണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിനെ നീ യോജിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ സമുദായത്തിൽ ഏത് ഭിന്നത ഏത് നിലക്ക് വന്നിട്ടുണ്ടോ അത് നീ തന്നെ പറിച്ചു മാറ്റി ഈ ഉമ്മത്തിനെ ഒന്ന് യോജിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കരുതേ അല്ലാഹ്. സുഹൃത്തുക്കളെ, സ്ഥാനമാനത്തെ കുറിച്ചൊരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തട്ടെ. ഹജ്ജിന് പോവുകയാണ് ഹാറൂൺ റഷീദ് രാജാവ്. വലിയ ഘോഷങ്ങളുണ്ട്. അതേ, മുട്ടാനും പാടാനും ഒക്കെ ആളുണ്ട്. ആളുകളെയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. രാജാവിന്റെ യാത്രയാണ്. അപ്പോഴതാ വഴിയിൽ ഒരു വലിയിരിക്കുന്നു. ബഹ്ലൂലാണ്. അതേ, ബഹ്ലൂലുൽ മജ്നൂൻ എന്നാണ് പേര്. ആ ബഹ്ലൂൽ ഇരിക്കുന്നു. മൂപ്പരിങ്ങനെ ജനങ്ങൾക്ക് വയല് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഈ ഘോഷവുമായി പോകുന്ന തിരക്കിലാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതാ നാട്ടിലെ രാജാവ് പോകുന്നുണ്ട്, നിങ്ങളൊന്ന് വയല് നിർത്തൂ. ബഹ്ലൂലുൽ മജ്നൂൻ വയല് നിർത്തിയില്ല. രാജാവ് ഇങ്ങനെ പോവാണ്. മൂപ്പര വയല് തന്നെയാണ്. രാജാവ് സമീപത്തിങ്ങെത്തിയപ്പോ രാജാവിനെ കാണുന്നു. ബഹ്ലൂലുൽ മജ്നൂൻ മുത്തഖിയായ മഹാനാണ്, വലിയാണ്. ഒരൊറ്റ വിളിയാണ്. ഈ രാഷ്ട്രത്തിന്റെ തലവനായ രാഷ്ട്രീയ നേതാവിനൊരൊറ്റ വിളിയാണ്, യാ ഹാറൂൻ, ഹാറൂനേ. പേരാ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നു, ഹദ്ദസനി അയ്മൻ ഇബ്നു നാഇൽ ഖാല ഹദ്ദസനി ഖുദാമത്ത് ഇബ്നു അബ്ദുല്ലാഹി അൽ-ആമിരി ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ അലാ ജമലിൻ വതഹ്തഹു റഹ്ലുൻ റഅൻ അലൈഹി ഖതീഫത്തുൻ ലാ തുസാബി 4 ദറാഹിം വലൈസ ബൈന യദൈഹി ദർബുൻ വലാ തർദുൻ വലാ ഇലൈക ഇലൈക. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് പോയിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ആളുകളെ മാറ്റലോ മൂട്ടും അതേ മുട്ടും പാട്ടുമോ അങ്ങനത്തെ ജനങ്ങളെ മാറ്റലൊന്നും ഉണ്ടായിട്ടില്ല. എന്തേ ഈ കാണിക്കുന്നത്? ധൈര്യത്തോടെ പറയുകയാണ് ആ പണ്ഡിതൻ. ആ സമയത്ത് രാജാവ് വല്ലതും ചെയ്യുമോ എന്ന നിലക്ക് ആളുകൾ ഓടിച്ചെന്നിട്ട് രാജാവിനോട് പറയുന്ന ബഹ്ലൂലുൽ മജ്നൂനാണ്, വലിയ സൂഫിയായ പണ്ഡിതനാണ്. ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, എനിക്ക് മൂപ്പരെ അറിയാം, ആരെ മുന്നിലും നോക്കി കാര്യം പറയും. അപ്പോൾ രാജാവ് പറഞ്ഞു, യാ ബഹ്ലൂൽ ഖുൽ യാ ബഹ്ലൂൽ, ഞാൻ രാഷ്ട്രത്തലവനും രാജാവുമൊക്കെ ആയിരിക്കാം, നിങ്ങൾ കണ്ടത് പറയുകയല്ലേ? കണ്ടാൽ കണ്ടതുള്ളതുപോലെ പറയുന്നവരിവിടെ ഉണ്ടാകണം. നിങ്ങൾ പറഞ്ഞോ ബഹ്ലൂലേ, നിങ്ങളെ വേദന നിർത്തണ്ട, ഞാൻ ഭരണാധികാരിയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പേടിക്കണ്ട. എന്നെയും പറഞ്ഞോ മറ്റുള്ളവരെയും പറഞ്ഞോ, പറയേണ്ടത് പറഞ്ഞോ ബഹ്ലൂലേ. അപ്പോഴാണ് ബഹ്ലൂലുൽ മജ്നൂൻ അതിന്റെ ഇടക്കങ്ങ് ചൊല്ലി, ഫഹബ് അൻ ഖദ് മലക്തൽ അർള തുറാ വദാന ലക്കൽ ഇബാദു ഫകാന മാലാ. ചോദിക്കട്ടോ, നിനക്ക് രാജ്യത്ത് ഭരണമുണ്ടല്ലേ, ആളുകളൊക്കെ നിന്റെ കീഴിലാണല്ലേ, നീ ഭരണാധികാരിയാണല്ലേ. ഫകാന മാലാ, എന്നിട്ട് എന്തായടോ? അലൈസ
غدا مصيرك جوف قبري ويهث الترب هذا ثم هذا. ഇന്ന് നീ വലിയ പവറിലും മന്ദസിലും അധികാരത്തിലുമായി വലിയ ജോറായിട്ട് ഇങ്ങനെ നേതൃത്വവുമായി പോകുന്നുണ്ട്. പക്ഷേ നാളെ നീ ഖബറിൽ പോയി കിടന്നില്ലേ? വയഹ്സു തുർബ ഹാദാ സുമ്മ ഹാദാ. നിന്റെ കൊട്ടാരം എവിടെ? നിന്റെ കട്ടിലെവിടെ? നിന്റെ ആഡംബരങ്ങൾ എവിടെ? നിന്റെ പ്രൊട്ടക്ഷൻ എവിടെ? നിന്റെ അനുയായികൾ എവിടെ? നിന്റെ കുടുംബങ്ങൾ എവിടെ? നീ ഒറ്റക്കഥാ നിന്റെ വീടടിച്ചു വാരിയ ഭൃത്യൻ കിടക്കുന്നത് പോലെ ഭരണാധികാരിയായ നീയും മണ്ണിൽ തന്നെ പോയി കിടന്നില്ലേ? വയഹ്സു തുർബ ഹാദാ സുമ്മ ഹാദാ. പിന്നെ ഒരാൾ നിന്റെ ഖബറിന്റെ മേലെ മണ്ണ് വാരിയിട്ടില്ലേ? പിന്നെ അയാളും മണ്ണ് വാരിയിട്ടില്ലേ? നീ പോകുമ്പോൾ മാറ്റി നിർത്തിയിരുന്ന ജനങ്ങൾ നിന്റെ ഖബറിന്റെ മേലെ മണ്ണ് വാരിയിട്ടില്ലേ? നിന്റെ നേതൃത്വം എവിടെ? നിന്റെ ഭരണം എവിടെ? ബഹ്ലൂൽ മജ്നൂൻ പറഞ്ഞപ്പോ അജത്തയാ ബഹ്ലൂൽ, നല്ല ഉപദേശമാണ് ബഹ്ലൂലേ, ഇനിയും പറയൂ. നഅം യാ ഹാറൂൻ. ഹാറൂനെ മൻ റസഖഹു അല്ലാഹു ജമാലൻ വമാലൻ. അല്ലാഹു തആല ഒരാൾക്ക് ഭംഗി കൊടുത്താൽ, അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുത്താൽ, ഫഅഫി ജമാലിഹി വസാഫി മാലിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭംഗിയും അദ്ദേഹത്തിന്റെ സ്വത്തുമൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ, അല്ലാഹു കൊടുത്ത ഭംഗിയാണ് ഇൽമ്, അല്ലാഹു കൊടുക്കുന്ന ഭംഗിയാണ് നല്ല സൗണ്ട്, അല്ലാഹു കൊടുക്കുന്ന ഭംഗിയാണ് അധികാരം, അല്ലാഹു കൊടുക്കുന്ന ഭംഗിയാണ് പണം. അങ്ങനെ ഏത് ഭംഗി അല്ലാഹു തആല കൊടുത്താലും അത് ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ കുത്തിബ ഫീ ദീവാനി ഔലിയാഇഹി, അവൻ ഔലിയാക്കളുടെ പട്ടികയിൽ റിക്കാർഡാക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഹാറൂൻ റഷീദിന് തോന്നി മൂപ്പർക്ക് എന്തെങ്കിലും കൊടുക്കാനാണ് ഈ വയത് പറയുന്നത്, എന്തോ കിട്ടാനാണത് സൂചിപ്പിച്ചതെന്ന് തോന്നി. ഉടനെ തന്നെ പറഞ്ഞു, ഓ ബഹ്ലൂൽ, നിങ്ങളെ കടങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് വീട്ടാൻ തയ്യാറാണ്. അപ്പൊ ബഹ്ലൂൽ പറഞ്ഞു, ഉറുദുൽ ഹഖ്ഖ ഇലാ അഹ്ലിഹി, നിങ്ങൾ ഭരണം നടത്തുന്ന ആളാണ്, അർഹതയില്ലാത്തത് വല്ലതും കൈവശത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അർഹർക്ക് തിരിച്ചു കൊടുത്തോ. ഞാൻ നിങ്ങളെ പണത്തിന് വേണ്ടി പ്രസംഗിച്ചതല്ല. നിന്റെ സ്വന്തം ശരീരത്തിന്റെ കടം നീ ആദ്യം വീട്ടിക്കോ, എന്റെ കടം നീ നോക്കേണ്ടതില്ല. ബഹ്ലൂൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു അതും പറഞ്ഞ് പിരിഞ്ഞങ്ങ് പോയി. ഇത്തരം സൂഫിയാക്കളും അരിഫീകളുമാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സന്മാർഗത്തിലെത്തിച്ചത്. ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. മസ്ലഹത്ത് വേണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത SSFന്റെയും SYSന്റെയും പ്രവർത്തകർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കട്ടെ. ഈ മഹല്ലത്തിലും സർവ്വ മഹല്ലത്തുകളിലും അല്ലാഹു യോജിപ്പും ഐക്യവും എന്നും നിലനിർത്തട്ടെ. നമ്മുടെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ആലിമീങ്ങൾ പലരും വഫാത്തായി പോയി. അല്ലാഹു എല്ലാവരുടെ ഖബറും സന്തോഷത്തിലാക്കട്ടെ. ഇന്ന് നേരം വെളുത്തതിന് ശേഷം കുറ്റിയാടിയിൽ വന്ന് എത്രയോ 10,000 ഉറുപ്പിക നേർച്ച തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഉച്ചക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചാക്ക് അരിയും കൊണ്ടുവന്നിരിക്കുകയാണ്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയ അരി അത് കൊണ്ടുവന്നിരിക്കുന്നു. വേറെ തന്നെ പൈസ തന്നിരിക്കുന്നു. ഇന്ന് ഉച്ചക്ക് അസർ വരെ ആളുകൾ ക്യൂ നിന്ന് സംഭാവന തന്നതാണ്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കുറ്റിയാടി സിറാജുൽ ഹുദയിൽ സന്ദർശന ദിവസമാണ്. ആളുകൾ ഇങ്ങനെ വന്ന് സംഭാവന വരും. അൽഹംദുലില്ലാ 35 ലക്ഷം ഉറുപ്പികയോളം സിറാജുൽ ഹുദയുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഒരു മാസത്തിൽ വേണം. ദൈനംദിന ചെലവിന് 15 ലക്ഷം ഉറുപ്പികയോളം നേർച്ച കിട്ടുന്നുണ്ട് ഒരു മാസത്തിൽ. അള്ളാഹു തന്ന ബർക്കത്താണ്. അള്ളാഹു നിലനിർത്തിത്തട്ടെ. നിങ്ങളൊക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരും നാട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ റിസീവർമാരുമായി സഹകരിക്കണം. 35 ലക്ഷം ഉറുപ്പിക ഒരു മാസത്തിൽ ചെലവിന് മാത്രം, സ്ഥാപനത്തിനല്ല, ബിൽഡിങ്ങിനല്ല, സ്ഥലത്തിനല്ല, ധാർമ്മികമായ സ്ഥാപനം
സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചെലവിന് വേണം. സ്കൂളുകളൊന്നും അതിൽ പെടുന്നില്ല. സ്കൂളുകൾ നമ്മൾ ചെറിയ ഫീസ് വാങ്ങിയിട്ട് അതുകൊണ്ട് മാഷന്മാർക്ക് ശമ്പളം കൊടുക്കും. അതേ സമയത്ത് അവിടെ തന്നെ പൂർണ്ണമായി 10ാം ക്ലാസ് വരെ മദ്രസ പഠനം കൊടുക്കും. അതിന് നമ്മൾ ഫീസ് വാങ്ങുന്നില്ല, 5 പൈസയും വാങ്ങുന്നില്ല. എത്തിയ കുട്ടികൾക്ക് എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഫ്രീ ആണ്. 5 പൈസയും എത്തിയ കുട്ടികളോട് വാങ്ങുന്നില്ല, ബസ്സിനും വാങ്ങുന്നില്ല, ഡ്രസ്സിനും വാങ്ങുന്നില്ല, പുസ്തകത്തിനും വാങ്ങുന്നില്ല. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ വാസ്തവത്തിൽ സേവനമാണ്. അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബിസിനസ് അല്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. നാദാപുരത്തും കുറ്റ്യാടിയിലും പാറക്കടവിലും ഈ കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലവും എല്ലാ കുട്ടികളും ഡിസിഷൻ വാങ്ങിയിട്ടുണ്ട്. 13 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A1 100 മാർക്ക് എല്ലാ വിഷയത്തിലും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്ലസ് ടുവും അതുപോലെ ഡിഗ്രിയും ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ അവിടെയും നല്ല വിജയം അള്ളാഹു തന്നിട്ടുണ്ട്. മറുഭാഗത്ത് ദേവാ കോളേജിലെ നേരത്തെ നിങ്ങളോട് പ്രസംഗിച്ച ആള് ഇംഗ്ലീഷിലെ MA എടുത്ത ആളാണ്. അദ്ദേഹം ഒരു പണ്ഡിതനും ആണ്. അദ്ദേഹം നമ്മുടെ ദേവാ കോളേജിന്റെ മാനേജറാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ MA കഴിഞ്ഞു. അവർ ബിരുദത്തിന് വേണ്ടി മർക്കസിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് ഞാൻ സഹീഹുൽ ബുഖാരി ഓതി കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ബുഖാരിയുടെ ബാക്കി ഭാഗം അവിടെ പോയി ഓതുന്നുണ്ട്. അങ്ങനെ ബിരുദം, മതപരമായ ബിരുദം എടുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് PG എടുക്കുന്ന വിദ്യാർത്ഥികൾ ദേവാ കോളേജിൽ 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നാദാപുരത്തും പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീഅത്ത് കോളേജിൽ പഠിച്ച ഒരുപാട് ആളുകൾ ഇന്ന് വലിയ ആലിമീങ്ങളായി പല സ്ഥലത്തും കർണാടകയിലും തമിഴ്നാട്ടിലും ഇവിടെയും ഒക്കെ ദർസ് നടത്തുന്നവരുണ്ട്. അല്ലാഹു തആല വലിയ ബർക്കത്ത് സിറാജുൽ ഹുദക്ക് തന്നിട്ടുണ്ട്. നേർച്ചകൾക്ക് വലിയ ഫലങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇന്നും മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയാക്കി കുട്ടികൾ ഉണ്ടായതിനു ശേഷം ആ കുട്ടിയെയും എടുത്ത് എൻ്റെ അടുക്കൽ വന്ന് നേർച്ച തന്നവരുണ്ട്. കുറെ ആളുകൾ മക്കളില്ലാത്തവർ ദിക്ർ എഴുതി വാങ്ങിയവരുണ്ട്. 20 കൊല്ലമായി മക്കളില്ലാത്ത റഹീം ഹാജി ഞാൻ എൻ്റെ വീട്ടിൽ കല്യാണത്തിനുണ്ടായിരുന്നു പുല്ലൂക്കര. അദ്ദേഹത്തിന് 20 കൊല്ലമായി മക്കളില്ലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പം അദ്ദേഹത്തിന് അല്ലാഹു മക്കളെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അബൂദാബിയിൽ നിന്നാണ് അദ്ദേഹത്തിനോട് ദിക്ർ വാങ്ങിയത്. അദ്ദേഹം 1 ലക്ഷം ഉറുപ്പിക നേർച്ച ചെയ്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടെത്തന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി അല്ലാഹു വലിയ ബർക്കത്ത് സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അത് അല്ലാഹു നിലനിർത്തിട്ട് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാം ഇവിടെ മറവ് ചെയ്ത് കിടക്കുന്ന ഈ അടുത്ത് ആക്സിഡന്റിൽ മരിച്ചുപോയവർ, നേരത്തെ കിണറ്റിൽ വീണ് മരിച്ചുപോയവർ, അതുപോലെ പെട്ടെന്നൊരു ദിവസം മരിച്ചുപോയ നമ്മുടെ സൂഫി ഹാജിയുടെ മകൻ അല്ലേ ഹമീദ് ഹാജി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ അടുത്ത് മരിച്ചു പോയവരുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഹാഷിം തങ്ങൾ അല്ലാഹു അവരെല്ലാം ഖബർ സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ ഇവിടെ മരിച്ചുപോയ സയ്യിദന്മാരുണ്ട്, നമ്മുടെ നേരത്തെ മരിച്ചുപോയ ഖാദിയാരുണ്ട്, അതുപോലെയുള്ള ഒരുപാട് ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും ഫാത്തിഹ ഓതണം. എല്ലാവരും ദുആ